വിശുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് ഓരോ മലയോരങ്ങളിലും ഇന്നലെ 24 ആദിവാസി സഹോദരങ്ങളാണ് വയനാടൻ കാടുകളിൽ നിന്ന് വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പം അത്രയും എല്ലാ മേഖലകളിലുമുള്ള എല്ലാവർക്കും ലളിതമായി മനസ്സിലാക്കുന്ന ദൈവാനുഭവമായിട്ട് ഏറ്റവും ഉന്നതമായ ശ്രേണി ജീവിക്കുന്നവർ മുതൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലും ജീവിത രംഗങ്ങളിലുള്ളവരെല്ലാം അഭയസ്ഥാനമായി ഉടമ്പടി കാണുകയാണ്. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ ഉടമ്പടി ധ്യാനം കൂടുമ്പോഴും അത് നിങ്ങൾ ഷെയർ ചെയ്യണം. വേദനപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് കിട്ടുമ്പോൾ ദൈവം അവർക്ക് അയച്ചു കൊടുത്ത പോലെ തോന്നും. കാര്യം അത് നിങ്ങളാണ് ദൈവത്തിൻ്റെ കൈയും കാര്യമായി പ്രവർത്തിക്കേണ്ടത്. നിങ്ങളുടെ പ്രേക്ഷിത വേലയിൽ നിങ്ങളൊരിക്കലും മാന്യം തോന്നരുത്. പ്രേക്ഷിത വേല ക്ലേശകരമായ ജോലി കൂടുതൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സത്യസന്ധതയാണ് അതുവഴി ദൈവം മനസ്സിലാക്കുകയും നിങ്ങളുടെ ഉടമ്പടിയെ ദൈവം ആശീർവദിക്കുകയും ചെയ്യുന്നത്. ഉടമ്പടി ജീവിക്കാൻ കഴിഞ്ഞതിൽ നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. എല്ലാവരും അങ്ങനെയാണ് പറയണം. ഇതൊരു ജീവിത രീതിയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ജീവിച്ച് മരിക്കാൻ ഇടയാക്കണമെന്നൊക്കെ ആൾക്കാർ പ്രാർത്ഥിക്കണം. ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ എഡിറ്റർ, നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണ എഡിറ്റർ സ്ഥലം മാറിപ്പോയി. അപ്പോൾ അത് സീറ്റ് വേക്കൻ്റാണ്. അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് അറിയാവുന്നവർ ഈ ദിവസങ്ങളിൽ അച്ഛനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. കാര്യം നമുക്ക് ഒത്തിരിയേറെ വർക്കുകൾ ഉണ്ട്, അത് പെൻഡിങ് ആണ് ഇപ്പോഴും. അപ്പം അതുകൊണ്ട് പുതിയ ആൾക്കാരെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ താമസിച്ച് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും മുൻഗണനയുണ്ട്, അല്ലാത്തവർക്കും വർക്ക് നൽകുന്നതായിരിക്കും. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ എന്തിനാണ് ഒരു ഉടമ്പടി ജീവിതം അഥവാ ഒരു ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നത് എന്നാരെങ്കിലും ചോദിച്ചാൽ എൻ്റെ ഫസ്റ്റ് ആൻസർ എൻ്റെ ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് ഇണപിരിയാത്ത ദൈവവുമായിട്ടൊരു ആത്മബന്ധത്തിനാണ്. ദിസ് മേ ബി ദ കറക്റ്റ് ആൻസർ. ഞാൻ ഒത്തിരി ആലോചിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഇത് പറയണേ, അല്ലാതെ ഓളോടേസടം പറയണതല്ല. വെളുപ്പിന് 3:30 മണിക്ക് എഴുന്നേറ്റതാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി വീണ്ടും വിചാരങ്ങളുണ്ടാവും. ആൾക്കാരുടെ അനുഭവങ്ങളാണല്ലേ ഈ സാക്ഷ്യങ്ങളായിട്ട് ആൾക്കാർ പറയണത്. അപ്പോഴും നമ്മൾ സാധാരണ ഒരു ധ്യാന കേന്ദ്രങ്ങളിൽ ആൾക്കാർ പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുഭവങ്ങൾക്കുള്ളിലെ അനുഭവങ്ങൾ ആൾക്കാർ പറയും. ഉടമ്പടിയുടെ ഒരു പ്രത്യേകത അതാണ്. അനുഭവങ്ങൾ ജോലി കിട്ടി, വീട് കിട്ടി, ജപ്തി മാറി, അതുപോലെ തന്നെ കേസ് മാറി എന്നൊക്കെ പറയുന്ന ഈ പൊതുവെയുള്ള അതിൻ്റെ പുറമേ കാണുന്ന ഒരു ഇങ്ങനെ പൊന്തിക്കിടക്കുന്ന കുറച്ച് നമുക്ക് കാണാവുന്ന അനുഭവങ്ങളെക്കാളുപരി അനുഭവങ്ങൾക്കുള്ളിൽ ഇങ്ങനെയുള്ള ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസിൻ്റെ ഉള്ളിൽ അടിയൊഴുക്ക് പോലെ ശാന്തമായി ഒഴുകുന്ന ഒരു അന്തർഭൗമ പ്രവാഹമുണ്ട്. ആ പ്രവാഹത്തെ നമ്മൾ വിളിക്കുന്ന പേര് ദൈവാനുഭവം എന്ന് തന്നെയാണ്. ദൈവാനുഭവം. അപ്പം ജീവിതാനുഭവവും നമുക്ക് ഭൗതികമായ അനുഭവവും ആത്മീയമായ അനുഭവങ്ങളും ഉടമ്പടിയിലുണ്ട്. ഉടമ്പടി പുതുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ആധ്യാത്മിക അനുഭവങ്ങൾ കൂടുന്നുണ്ടോ എന്ന് നോക്കണം.
ഇപ്പം നമുക്ക് ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗബന്ധിയാണല്ലോ, നിയോഗബന്ധിയാണ്. കാര്യം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ജീവിത സമ്മർദ്ദം വരുമ്പോഴാണ്, നമുക്കത് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൂട്ട് പരിശുദ്ധ അമ്മയിലൂടെ നേടിയെടുക്കുകയാണ്. ചിലപ്പോൾ ജോലികൾ നീണ്ടുപോവുകയും വരുമാനം ഇല്ലാതെ വരികയും മാസങ്ങളോളം വരുമാനം ഇല്ലാതെ വരുമ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ കറണ്ട് ചാർജ് കൂടും, ചിലപ്പോൾ വാടക താമസിക്കണമെങ്കിൽ ഉടയക്കാർ ഇറങ്ങാൻ പറയും. അപ്പോൾ അങ്ങനെയുള്ള ജീവിത സമ്മർദ്ദങ്ങൾക്കാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്, ഒരു സംശയമില്ല കാര്യം. നമുക്ക് ഒറ്റക്ക് താങ്ങിക്കൊണ്ടു പോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് നമുക്കൊരു സഹായം കിട്ടാനാണ്. കാര്യം ഉടമ്പടിയുടെ ബേസ്മെൻറ്റ് അത് തന്നെയാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നിടത്ത് വെച്ചാണ് തുടങ്ങണത്. വീഞ്ഞെന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യമൊന്നുമല്ല, കല്യാണത്തിൽ വീഞ്ഞ് തീർന്നു പോയ വിഷയമാണ്. ജീവിതത്തിൽ ചില ഭൗതികമായ സാഹചര്യങ്ങൾ തീർന്നു പോകുമ്പോൾ സാമ്പത്തികം, ജോലി, ആരോഗ്യം, അതുപോലെ തന്നെ സമാധാനം, വീടില്ലാത്ത അവസ്ഥകൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇനി നമ്മൾ കൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരം കാണാൻ പറ്റത്തില്ല. അങ്ങനെ വരും ജീവിതത്തിൽ. ഇപ്പം നിങ്ങൾക്കുള്ള സ്വാധീനങ്ങൾ, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള നിങ്ങളുടെ മെരിറ്റ്, ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അകപ്പെട്ട് നിൽക്കണ പോലെ തോന്നും. ആരും നമ്മളെ സഹായിക്കാനില്ല. പിന്നെ വേറെയും ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. എന്താണ്? നമ്മൾ ചിരിച്ചും കളിച്ചുമൊക്കെ നമ്മുടെ കൂടെ നടക്കുന്ന ബന്ധുക്കളും സ്വന്തപ്പെട്ടവർ പോലും നമുക്ക് രക്ഷപ്പെട്ടെന്ന് കാണുമ്പോൾ അവരുടെ മോന്ത മാറും പെട്ടെന്ന് അവരിങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ കാര്യം തിരിച്ചറിയും. എന്താണ്? എല്ലാവരും ഉണ്ട്, ആരും ഇല്ല. അത് കറക്റ്റാണ്. അത് നീ പെട്ടെന്ന് ഞാൻ പറയണത് നിങ്ങൾ എപ്പോഴും പെട്ടെന്ന് തിരിച്ചറിയണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ചില ആൾക്കാർ വയസ്സായാലേ അറിയത്തുള്ളൂ. ഇതൊക്കെ ഒരു 10-25 വയസ്സിനുള്ളിൽ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും ഉണ്ട്, പക്ഷേ ബേസിക്കായിട്ട് ആരുമില്ല. അത് നമ്മൾ 25 വയസ്സിനുള്ളിൽ തിരിച്ചറിയണം. ചില പൊട്ടന്മാർ അത് 70 വയസ്സാകുമ്പോഴൊക്കെയാണ് തിരിച്ചറിയണത്. അപ്പോൾ കയ്യിൽ നിന്നെല്ലാം പോയി പോകും. കയ്യിൽ നിന്ന് എല്ലാം പോയി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പണവും പൊന്നുമൊന്നുമല്ല, മറിച്ച് ദൈവം. ഇപ്പം ഈ നെടുമ്പാശ്ശേരിയില്ലേ, ഞാനെപ്പോഴും നെടുമ്പാശ്ശേരി ചെല്ലുമ്പോൾ ആ ടെർമിനൽ 3 കാണുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. ടെർമിനൽ 3 എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആണ്, മറ്റേ ഡൊമസ്റ്റിക്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആക്കാൻ വരുന്നവർ ഭയങ്കര പിരിഞ്ഞു പോകുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയുകയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയും അങ്ങനെ കുറേ സീനുണ്ട്. ഇനി അവിടെ തിരിച്ച് നമ്മളെ ടെർമിനൽ 3 വന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ വരുന്നവർ അത്യാഹ്ലാദത്തോട് വരികയും അതുപോലെ തന്നെ കെട്ടിപ്പിടുത്തവും ചിരിയും സന്തോഷവും വേറെ സംഭവമുണ്ട്. അപ്പം ഞാനിതൊക്കെ എല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കണ ഒരാളാണ്. എന്തെല്ലാം ചെറിയ മൂമെൻറ്റ്സ് പോലും ശ്രദ്ധിക്കും. ഓരോരുത്തർ എന്തെങ്ങനെയാണ് ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യണത്. അപ്പം ചില ആൾക്കാരുണ്ട് ഒറ്റക്ക് വരും, ഒറ്റക്ക് പോകും. അവരെ കൊണ്ടുവന്നാക്കാനും ആരുമില്ല, കെട്ടിപ്പിടിക്കാനും ആരുമില്ല. അവർ വരുമ്പോൾ സ്വീകരിക്കാനും ആരുമില്ല. ഞാൻ എപ്പോഴും ടാർഗറ്റ് ചെയ്യണത് ആ ഒരു സിറ്റുവേഷനെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും തോന്നും, ഈ ഉടമ്പടി നമ്മൾ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇപ്പം ചിലരെ കൊണ്ടുവന്ന് ആക്കാൻ, പണ്ടൊക്കെ നമ്മളുടെ ഈ പ്രായം നമ്മൾ കയറുന്നതനുസരിച്ച് കൊണ്ട് പല എക്സ്പീരിയൻസ് അല്ലേ ആൾക്കാർക്ക്. ചോക്ലേറ്റ് എക്സ്പീരിയൻസായി. 10-22 വയസ്സ് വരെ ഉള്ളതെല്ലാം ചുമ്മാ ചോക്ലേറ്റ് എക്സ്പീരിയൻസാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോഴൊക്കെ നല്ല രുചിയൊക്കെ തോന്നും, മധുരം ഉണ്ടാവും. കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ കിഡ്നിയും പോയെന്ന് വരും. ചോക്ലേറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പനുണ്ട്, ആങ്ങളയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഒരു പ്രായത്തിൽ നമ്മൾ ഇവരുടെയൊക്കെ സ്നേഹം, അത് സത്യസന്ധമായ സ്നേഹമാണ്, ഒരു സംശയമില്ല. അപ്പൻ്റെയൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ സ്നേഹമാണ്, അതിൻ്റെ ഒരു ഡൗട്ടും ഇല്ല. അമ്മയുടെ സ്നേഹവും സത്യസന്ധമായ സ്നേഹമാണ്. ആങ്ങളമാരുടെ സ്നേഹവും പെങ്ങന്മാരുടെ സ്നേഹവും എല്ലാം, ഭാര്യ ഭർത്താക്കന്മാരുടെ എല്ലാ സ്നേഹങ്ങളും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സത്യസന്ധമായ സ്നേഹങ്ങളാണ്. അതിൻ്റെ അകത്ത് യാതൊരു കലർപ്പുമില്ല.
ഇൻ കേസ് ചില അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറിയ ചലിക്കുമെന്നുണ്ടെങ്കിലും ബേസിക് ലവ് ഫണ്ടമെൻ്റൽ ലവ് ആണ്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ഇതൊരു പതയാണ് ശരിക്കും. എന്നുവെച്ചാൽ നമ്മൾ പ്രായമാകുന്നതോടുകൂടി ഈ ആൾക്കാരൊക്കെ ഒന്നെങ്കിൽ നമ്മൾ പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ അവർ പിരിഞ്ഞു പോകും. ഒന്നെങ്കിൽ നമ്മൾ പിരിഞ്ഞു പോകും, കല്യാണം കഴിച്ച്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ജോലി കിട്ടി, നമ്മൾ ട്രാൻസ്ഫറായി, നമ്മുടെ ജോലിക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി വേറെ ഒരു രാജ്യത്ത് പോയി, വേറെ ഒരു സംസ്ഥാനത്ത് പോയി നമ്മൾ പിരിഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ അപ്പനില്ല. അപ്പൻ നമുക്ക് ചങ്കടി പോരും. കാര്യമാണ് അപ്പൻ്റെ ദൗത്യം പൂർത്തിയാക്കി കർത്താവിലേക്ക് തിരിച്ചു പോയി കാണും. ഏതെങ്കിലും ഒരു കാലത്ത് അപ്പൻ്റെ മരണത്തിന് നമ്മൾ വന്നിറങ്ങേണ്ടി വരുന്നിടുമ്പോൾ ശരിയില്ലേ, ഉറപ്പല്ലേ? ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ ആ സമയത്താണ് അയ്യോ പൊത്തൊന്നും നിലവിളിക്കുന്നത്. നിങ്ങൾ മനസ്സിനെ ട്രെയിൻ ചെയ്യണം. ഒരു 25-30 വർഷം മുമ്പിലിട്ടിട്ട് മനസ്സിനെ ട്രെയിൻ ചെയ്യണം. ഇന്ന കാര്യങ്ങൾ 35 വർഷത്തിൽ നടക്കും. ഇറ്റ്സ് ഓക്കെ, ക്ലിയർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് അല്ലെങ്കിൽ ദൈവം എന്നോട് അങ്ങനെ ചെയ്ത്, ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു വെച്ചാൽ ഇമോഷണൽ ബുദ്ധിജീവികൾ ആവശ്യമില്ലാത്ത രീതിയിൽ വിഷയം സെൻറ്റിയാക്കി കളയും. അങ്ങനെ അപ്പോൾ അത് ആധ്യാത്മിക ജീവിതത്തെ ബാധിക്കും. അപ്പോൾ ഈശോയുടെ ഒരു നിലപാടെന്ന് പറയുന്നത്, ഞാനത് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നുവെന്ന് ഈശോ പറയും. ചില ക്ലേശങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയും, നിങ്ങൾ ആ സമയത്ത് കൈയും കാലും വിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി ഞാനിത് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. അത് ഈശോ പറയണം. ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു വെച്ചേക്കുന്നത് നല്ലതാണ്. അറിഞ്ഞു വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധ്യാത്മികമായ കാലാവസ്ഥകൾ വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ പുറമേ കാണുന്ന ഫിസിക്കൽ എക്സ്പീരിയൻസിൻ്റെ താഴെ ഉടമ്പടി ഉദ്ദേശിക്കുന്ന ഒരു ദൈവാനുഭവമുണ്ട്. ഉടമ്പടി ഉദ്ദേശിക്കുന്ന ദൈവാനുഭവത്തിലേക്ക് നിങ്ങളെ ലാൻഡ് ചെയ്യുകയാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ നിങ്ങൾ ജോലി, വീട്, വിവാഹം, ജപ്തി എന്നും പറഞ്ഞുകൊണ്ട് മരണം വരെ ഇതും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഉടമ്പടി 3 പുതുക്കി കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ അകത്ത് ഈ പുറമെ ആദ്യം കാണുന്ന വിഷയങ്ങൾക്ക് നമുക്ക് പ്രയോറിറ്റി, എംഫസിസ് കുറഞ്ഞു വരണം. എന്താ കാര്യം, ഉടമ്പടിയുടെ ബേസിക് പ്രോമിസ് എന്ന് പറയുന്നത് ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. അപ്പം അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബൈബിൾ അവസാനിക്കുമ്പോൾ ഈശോ പറയാൻ മറക്കാത്തൊരു കാര്യമാണ്. ബൈബിൾ അവസാനിക്കുമ്പോൾ ഈശോ പറയാൻ മറക്കാത്തൊരു കാര്യമാണ്. എന്താണ്? ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. എന്നുവെച്ചാൽ കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോഴീ ലാസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? ഈ ലാസ്റ്റ് പലപ്പോഴും ആരും കൂടെ ഉണ്ടാകാത്തൊരു സമയമാണ്. ലാസ്റ്റില്ലേ, ബൈബിൾ ലാസ്റ്റ് എല്ലാത്തിൻ്റെയും. ഇപ്പം ഞാൻ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, ഭയങ്കര സന്തോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും എനിക്ക് വലിയ വ്യത്യാസം ഉണ്ടാകത്തില്ല. നിങ്ങൾ ഇൻ്റർവെല്ല് വരെയുള്ള കോമഡി കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്. ഇൻ്റർവെല്ല് കഴിയുമ്പോഴാണല്ലോ പടം ട്രാജിക്കിലേക്ക് പോണത്. അത് അവസാനം വരുമ്പോൾ മാത്രമല്ല ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അവസാനിക്കണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ മിണ്ടത്തില്ല. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ സിറ്റുവേഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോകുല കൃഷ്ണ എന്നും പറഞ്ഞൊരു ജർമ്മൻ സ്കോളർ, അവർ ജർമ്മനിൽ PhD എടുക്കണം, കൊല്ലത്തുകാരത്തിയാണ്, കുട്ടിയാണ്, എന്നുവെച്ചാൽ 25 വയസ്സുണ്ട് അവർ. അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ സാക്ഷ്യത്തിലെ ഒരു സംഭവം, ഞാൻ വലിയ ആവേശത്തോടു കൂടിയാണ് ജർമ്മനിയിൽ നിന്ന് വന്നത്. എന്താ കാര്യം, പപ്പായുണ്ട്, അമ്മയുണ്ട്. അപ്പം അവരുടെയൊക്കെ അടുത്തേക്ക് വരികയാണല്ല. അവർ കുറേ നാൾ പഠിത്തവും ഒട്ടകപക്ഷനെ പോലെ മണ്ണിൽ തല താഴ്ച വെക്കണ പോലെ പുസ്തകത്തിലും പ്രോജക്റ്റിലും തല താഴ്ത്തി വെച്ച് അവിടുത്തെ നമുക്ക് നിവർത്തിയില്ലെങ്കിലും അവിടുത്തെ ആഹാരം കഴിച്ചു. നമ്മളെന്തൊക്കെ പറയും, മലയാളികൾ പുറത്ത് പോകുന്നത് നിങ്ങളവർക്ക് ഒരു ഹാപ്പിയാണെന്ന്. അവരെന്തിനാണ് ഈ കുടുംബത്തൊക്കെ കെട്ടിവരിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ആ ചോറും കറിയും കഴിക്കാൻ വേണ്ടിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.
ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. അവിടുത്തെ ഭക്ഷണമൊക്കെ നമുക്ക് ഒരു ടൈം കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ യൂസ്ഡ് അല്ല, നമ്മുടെ ബോഡി യൂസ്ഡ് അല്ല. നമ്മൾ 10-30 വയസ്സ് കഴിഞ്ഞിട്ടല്ല അങ്ങോട്ടൊക്കെ പോണത്, അല്ലെ കുഞ്ഞുനാൾ പോലെ അവിടെ തന്നെ ജീവിക്കണം. അപ്പോഴേ അവർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒത്തിരിയാണ് കൂട്ടുകാർ അവർ തന്നെ നല്ല ഭക്ഷണം എന്നൊക്കെയാണ് അവർ പറയണത്. നല്ല ഭക്ഷണം എന്ന് എന്താ, നമ്മുടെ ഭക്ഷണത്തിനെ പറയണത്. നമ്മുടെ ഭക്ഷണം നല്ലതാണെന്ന് നമുക്കറിയത്തില്ല, കാര്യം നമ്മുടെ ബോഡിയെല്ലാം വീക്കല്ലേ, നമ്മുടെ ഭക്ഷണം നല്ലതല്ല. ബാക്കിയുള്ള ജനങ്ങളെല്ലാം ഹിന്ദിക്കാർ വരെ എന്തുമാത്രം സ്ട്രോങ്ങാണ്. അവരെ പരിപ്പിൻ്റെ ആളൊക്കെ കഴിച്ചിട്ട് കുടവേറൊന്നും ഇല്ലാതെ, എനിക്ക് പോലും കുടവേറ എന്നോട് ചോദിക്കും, ധ്യാനവും കുടവേറൊന്നും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കും. ഞാനെന്ത് ചെയ്യാനാ, ഇരുന്ന് ജോലിയല്ലേ എപ്പോഴും, അതുകൊണ്ട് വേറൊക്കെ ചാടുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതൊക്കെ നിർത്തി, ചോറൊക്കെ നിർത്തി വരികയെ. പക്ഷേ എന്ത് സംബന്ധിച്ച് നമ്മുടെ ഭക്ഷണം അത്ര നല്ലതല്ല, പക്ഷെ നമുക്ക് നല്ലതാണ്. നമുക്കത് കഴിക്കാൻ വേണ്ടി നമ്മൾ വരുമ്പോൾ ഇവിടെ എന്താ പ്രശ്നം, ഈ ഗോകുലകൃഷ്ണൻ പറയണത്, ഞാൻ ഇത്രയും അത്യാഘാതത്തോട് വീട്ടിലോട്ട് വരുമ്പോൾ പപ്പയാണെങ്കിൽ വെള്ളം അടിച്ച് കോടന്തിരിഞ്ഞ് നിൽക്കുകയും, അപ്പം എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. കാരണം അപ്പോഴീ കല്യാണം കഴിക്കാത്തവർക്ക് പിന്നെ ഉള്ള പെൺപിള്ളേർക്ക് ആർക്ക് പാപ്പടമുള്ളത് ആരാണ്? ആ പച്ചത്തുരുത്തെന്ന് പറഞ്ഞ അപ്പായാണ് ശരിക്കും പറഞ്ഞാൽ. അമ്മയുണ്ട്, പക്ഷെ പെൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്ത് പറയത്തില്ലെങ്കിൽ അപ്പയുടെ മനസ്സിലേക്കാണ് അവർ വരണത്. ശരിക്കും ആദ്യം ഫസ്റ്റ് ലാൻഡിങ് ചെയ്യണം. ആൺപിള്ളേരാണെങ്കിൽ അമ്മയുടെ മനസ്സിലേക്കായിരിക്കും അവർ വരണത്. അതാ വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ മനുഷ്യൻ കുടിച്ച് കോൺതിരിഞ്ഞ് ഒരു പരിചയമില്ലാത്ത പോലെയൊക്കെ നിൽക്കണാകുമ്പോൾ തകർന്നു പോകും, മനുഷ്യൻ തകർന്നു പോകും. അതുപോലെ അമ്മയാണെന്ന് അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മ രോഗിയുമായിട്ട് കിടപ്പാണ്. അപ്പോൾ ആ സീനെന്ന് പറയുന്നത് കോന്ത്രയാണ് ശരിക്കും പറഞ്ഞാൽ, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ പറയണത്, ഞാൻ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നറിയാമോ? ഞാൻ ഹാൻഡിൽ ചെയ്തത് അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ബ്രെഡിൽ. അപ്പോൾ ഈ അത് ഡെയിലി ബ്രെഡിൽ ഞാൻ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ഈശോ ജോർദാൻ നദിയിലെ പച്ചപ്പിൽ നിന്നാണ് നേരെ മരുഭൂമിയിലേക്ക് പോകുന്നത്. അപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാർ ഞാൻ പറയുമ്പോൾ അവിടെ ലൈഫുമായിട്ട് അതിനെ തട്ടിച്ച് നോക്കും, അവർ പിടിച്ചു നിൽക്കണത് എങ്ങനെ, അതാണ്. അപ്പോൾ അവളും ശരിക്കും എന്താ ചെയ്തിരിക്കണത്, അവൾ ആ പച്ചപ്പിൽ നിന്ന് നേരെ അപ്പം വീട്ടിൽ വരുമ്പോൾ വീടല്ലാണ്ടായി തോന്നണ അവസ്ഥ. വീടിൻ്റെ കെമിസ്ട്രി ആകെപ്പാടെ മാറി അത് വേറൊരു കോമ്പൗണ്ടായിട്ട് മാറിയിരിക്കുക, വേറൊരു സംഭവമായിട്ട്. നമ്മുടെ വീടൊക്കെ മാറണമെങ്കിൽ അധികം സമയം വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ഇടയ്ക്കിടയ്ക്ക് വീട് മാറിക്കൊണ്ടിരിക്കണമെന്നുള്ളതാണ്. ഓരോരുത്തരുടെ സ്വഭാവം. ഇപ്പം കെട്ടിയ ഒരാൾ വന്ന് കല്യാണം, ഇപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ന്യൂ കമർ കല്യാണം കഴിച്ച് നമ്മുടെ മകൻ്റെ ഭാര്യ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കെമിസ്ട്രി അപ്പം തന്നെ കോമ്പൗണ്ടായിട്ട് വേറെ ഒരു പദാർത്ഥമായിട്ട് വീട് മാറും. ഇതിനെല്ലാത്തിനും അക്കോമഡേറ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവെന്ന് പറയണത് അത് ക്രിസ്തു നമുക്ക് തരുന്ന കഴിവാണ്. ക്രിസ്തു ഇല്ലെങ്കിൽ നമ്മളിതിനെ വയലൻ്റായിട്ടും ബ്രൂട്ടലായിട്ടും ആനിമാലിറ്റിയായിട്ടും കൈകാര്യം ചെയ്യും വിഷയം. ക്രിസ്തു ഉണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ എൻ്റെ കുർബാനയായിരുന്നു ഇവിടെ. അപ്പോൾ ഇന്നലെ സകല വിശുദ്ധന്മാരുടെയും തിരുനാളാണ്. അപ്പോൾ അവിടെ വചനം വായിച്ച പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ ശാന്തശീലർ അനുഗ്രഹരാകുന്നു, അവർ ഭൂമി കൈവശമാക്കും. അപ്പോൾ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, താഴെ കിടക്കുന്ന വചനത്തിൻ്റെ താക്കോൽ വെച്ചാണ് ഈ വീട് തുറക്കേണ്ടതെന്ന് പറഞ്ഞു. എന്താണ്? ശാന്തശീലർ അനുഗ്രഹരാകുന്ന ഭൂമി കൈവശമാക്കും. അപ്പം നമ്മൾ നിൽക്കുന്ന ഇടത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് ശാന്തത വേണമെന്നാണ് ഈ പറയണത്. അല്ലെങ്കിൽ നമ്മൾ വീടൊഴിഞ്ഞ് പോകേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ ജീവിക്കാത്തതും കണക്കായിട്ട് വരും. ശാന്തത. അപ്പം അത് എങ്ങനെയാണ് ആ ശാന്തത ഉണ്ടാക്കണത്? ആ ശാന്തത ഉണ്ടാക്കണതിൻ്റെ താഴൊരു വചനമുണ്ട്, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാത്തരം കുറ്റങ്ങൾ നിങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കുകയും സ്വർഗത്ത് നിങ്ങൾക്കുള്ള പ്രതിഫലം. Take the word of God. മത്തായി 5:11-12 തിരുവചനങ്ങൾ. മത്തായി 5:11.
എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. വളരെ കൃത്യമാണ് അതിൻ്റെ അകത്ത് മുകളിൽ പറയുന്ന സുവിശേഷ ഭാഗ്യങ്ങളാണ് വിഷയം. ആ സുവിശേഷ ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയേ. ശാന്തശീലർ, മത്തായി 5:3 മുതലുള്ള തിരുവചനങ്ങൾ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ വിലപിച്ചാലും ശാന്തത ശീലമാക്കിയാലും എന്ത് ബേസിലായിരിക്കണം അങ്ങനെ ചെയ്യണത്? വിലപിക്കണമെങ്കിൽ എന്നെ പ്രതി, അതാണ് വിഷയം. എല്ലാം സോൾവ് ചെയ്യണതും സമാധാനം ഉണ്ടാക്കുന്നതും ആരാണ്? ഈശോയാണ്. ശരിക്കും ഒരു വിഷയം, കർത്താവ് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകാതിരിക്കാനും, ഒരിക്കലും നിങ്ങൾ പഴയ നമ്മൾ ഈ കെമിസ്ട്രി കുടുംബത്തിൻ്റെ ഈ പദാർത്ഥം പുതിയ ഒരു എലമെൻ്റ് വന്ന് ഒരു ഫോറിൻ എലമെൻ്റ് വരുമ്പോഴും അത് പിന്നീട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നവരെയുള്ള പ്രോസസ്സ്, ട്രാൻസിഷൻ ടൈമില്ലേ, ആ ട്രാൻസിഷൻ ടൈമിൽ എപ്പോഴും നിങ്ങൾ ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായ? ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കണം. അല്ല, അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചാടിക്കയറി, അങ്ങനെ ഞാൻ നീ എന്ന് പറയരുത്. ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കണം അവിടെ. ഇതൊരു കൾച്ചറിങ്ങിൻ്റെ ടൈമാണ് ശരിക്കും. അവിടെയാണ് ഈശോ ഇപ്പോൾ നിങ്ങൾ ശാന്തത കാണിച്ചാലും നിങ്ങൾ വിലപിച്ചാലും അതെന്താണ്? ചില കാര്യം റീഫണ്ടബിൾ അല്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നു, അപ്പം തന്നെ ഉത്തരം കിട്ടുന്നതാണ് റീഫണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അപ്പം തന്നെ അതിൻ്റെ റെഡിമെയ്ഡ് ആൻസർ കിട്ടുന്നു. പക്ഷേ ഈശോ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു, ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് റെഡിമെയ്ഡ്, റെഡി ടു ആൻസർ, എന്താണ് ഇൻസ്റ്റൻറ്റ് പോലെ ബ്രേക്ക്ഫാസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞ് ചുമ്മാ കൊണ്ടുപോയി ഒന്ന് ഓവനിൽ കാണിച്ചിട്ട് കഴിക്കാൻ പറ്റിയ സാധനമായിട്ടല്ല. അത് കുറച്ച് കഴിഞ്ഞ് മാത്രമേ റീഫണ്ടബിൾ ആകത്തുള്ളെന്ന്. കോശമണി പോലെയാണ്. കോശമണി നമ്മൾ കോളേജിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് സെക്കൻഡ് ഗ്രൂപ്പുകാർക്ക് കുറച്ച് പണം അവിടെ അടക്കണം. ഇവർ വരെ തല്ലുകയോ പൊട്ടിക്കുകയൊക്കെ ചെയ്തെങ്കിൽ അതിന് പണം പിടിക്കാൻ വേണ്ടി ആക്കണം. ചില സംഭവങ്ങൾ കോശമണി പോലെയാണ്, പിരിഞ്ഞു പോരുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളത്. അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് റീഫണ്ടബിൾ അല്ല, അപ്പം തന്നെ കിട്ടത്തില്ല. ഇപ്പം നിങ്ങളിപ്പോൾ ക്ഷമിക്കുന്നു, ചില കാര്യങ്ങൾ ഏകപക്ഷീയമായി ക്ഷമിക്കുന്നു, അതിൻ്റെ പേരിൽ അടുത്ത ആഴ്ച ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ഇരിക്കത്തില്ല. ഞാൻ ക്ഷമിച്ചു, കാര്യം എന്താണ്? ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. കർത്താവ് എങ്ങനെ ഞാൻ ക്ഷമിക്കാത്തതിൻ്റെ പേരിൽ കർത്താവ് ജോലി തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഇങ്ങനെ ഇൻ്റർ കണക്ട് ചെയ്യേണ്ട. ചില കാര്യങ്ങൾക്ക്, ചില മേജറായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, മൈനർ കാര്യങ്ങൾ ഓക്കെയാണ്. ചില മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരിക്കലും റീഫണ്ടബിൾ അല്ല. ചില മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അപ്പം നിങ്ങൾ ഓർക്കുക എന്താ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഗുരുതരമായി നിങ്ങൾക്ക് നഷ്ടം വരുന്നൊരു കാര്യം നിങ്ങൾ ഈശോയെക്കുറിച്ച് ചെയ്തെന്ന് വിചാരിച്ചോ, അതിന് അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു പ്രതിഫലം കിട്ടത്തില്ല. എന്താ കാര്യം? അത് ക്യാരി ഓവർ ചെയ്തിരിക്കുന്നത് ഇറ്റേണൽ അക്കൗണ്ടിലേക്ക് പോയിരിക്കുകയാണ്. അതാണ് ഈശോ പറയണത്. എന്താണ് അവസാനം പറഞ്ഞ വചനം? 5:11 എന്താ? എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ, ഇതാണ് മേജർ എന്ന് പറയുന്നത്. വേജമായിരിക്കും ആ സംഭവത്തിൽ സത്യം ഉണ്ടാകത്തില്ല. വേജമായി നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളെന്ത് ചെയ്യും? അത് തെളിയിക്കാൻ വേണ്ടി ചിലപ്പോൾ കോടതി വരെ പോകും. ചിലപ്പോൾ നിങ്ങൾ വാശി പിടിച്ച് വിവാഹമോചനം വരെ ആവശ്യപ്പെടും.
കാര്യം നിങ്ങൾ ചെയ്യാത്ത കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ ഒരു ഭർത്താവ് എൻ്റെ അടുത്ത് കൊച്ചിനെ കാണിച്ച് പറഞ്ഞു, ഈ കൊച്ചിനെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണെന്ന്. ഞാൻ ഡീറ്റെയിൽസിലോട്ട് പോയില്ല. എന്തിനാണ് അവനെ കൊണ്ട് തോന്നിയ തെറ്റ് പറയിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞ കർത്താവ് ആ വിഷയം ഒരു കൊച്ചു ജനിച്ചപ്പോൾ അതിൻ്റെ പേരിൽ പറഞ്ഞ് പെശകി ഭർത്താവും ഭാര്യയായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് രണ്ടുപേർക്കും അറിയാം, വലിയ കഥയൊന്നും ഇല്ലെന്നറിയാം. പക്ഷേ ഒരു വാശിയാണ് അവിടെ വർക്ക് ചെയ്യണത്. ഈ വാശി വിട്ടുകൊടുക്കാൻ ആരും തയ്യാറല്ല. കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് അവൾ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ അവൻ കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ വരട്ടെ അല്ലെങ്കിൽ അവൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്ന് മുടി നിരക്കണമെന്ന് കോടതി തോക്കണം എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നിങ്ങളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സാധനത്തിനെ കെട്ടിയെടുത്താൽ പിന്നെ അത് നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിനെ ആശീർവദിച്ച് മേടിച്ച സാധനമാണെങ്കിൽ അതിനെ കളയാതിരിക്കുന്നതാണ് എപ്പോഴും ഭാര്യയ്ക്കും ഭർത്താവിനും നല്ലത്. തമാശ പറയല്ല. കാരണം നിങ്ങൾ കഴിഞ്ഞിട്ട് വാശിപ്പുറം കളഞ്ഞിട്ട് വേറെ ഒരെണ്ണത്തിനെ കെട്ടി അവളുടെ മുമ്പിൽ കൂടി ഞാൻ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊന്നും, അതൊക്കെ ചുമ്മാ മസിൽ പിടുത്തമാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വയസ്സാകും. ഇപ്പം നിങ്ങൾ പറയും അവനേക്കാളും ബെറ്ററായിട്ടുള്ളവനെ ഞാൻ കല്യാണം കഴിച്ചിട്ട് അവൻ്റെ വീടിന് ബാക്കി കൂടി പോകും, അതിനേക്കാൾ ബെറ്ററായിട്ടുള്ള കാറ് ഞാൻ മേടിക്കും. ഇങ്ങനെ കുറേ മൃഗങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവില്ലാത്ത സാധനങ്ങൾ. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് വീമ്പിളക്കിയിട്ട് ആൾ കളിക്കാൻ നോക്കുന്ന വാശികൾ. ഇതിന് ബൈബിൾ വിളിക്കുന്ന പേര് ലോകമെന്നും വിളിക്കും, പിശാചെന്നും വിളിക്കും. ലോകമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലുള്ള വാശി, വൈരാഗ്യം, മത്സരം. ഉടമ്പടിയിൽ എപ്പോഴും വരുമ്പോൾ നിങ്ങളുടെ ഈ ലോകത്തിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്നിൽ ലോകമുണ്ടോ, വാശിയുണ്ടോ, മത്സരമുണ്ടോ? വാശി എന്നാണ് പിന്നെ ഒരു മത്സരം വരണത്. മത്സരത്തിൽ നിങ്ങൾ ജയിച്ചാലും അവസാനം തോറ്റന് തുല്യമാണ്. എന്താ കാര്യം? ക്രിസ്തു ഈ ഫോർമാറ്റിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ ക്രിസ്തുവിനെ നിങ്ങൾക്ക് മിസ്സാകും. ക്രിസ്തുവിനെ മിസ്സാകുന്നില്ലെങ്കിൽ നമ്മളെന്തിനാ ഉടമ്പടിയിൽ കാരുണ്യപ്രവൃത്തിയും അതുപോലെ തന്നെ ഇവാഞ്ചലൈസേഷനും ഒക്കെ വെച്ചിരിക്കണത് എന്താ? അതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. എന്നാ സാക്ഷ്യം എന്ന് പറയാമോ? അതായത് ഒന്ന് സ്തുതിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷ്യങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ, മെറിലിൻ തോമസ് എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. നല്ല സാക്ഷ്യമാണ്. പെട്ടെന്ന് ആൾക്കാർ ആ സാക്ഷ്യം കൂടുതലുണ്ട്. 37,000 അപ്പോൾ ഈ മെറിലിൻ പറയണത്, ഞാൻ നേരത്തെ ഉടമ്പടി എടുത്തതാണ്, പക്ഷെ വർക്കൗട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞു. ഞാൻ 22 മറ്റേ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ 29 ഉടമ്പടി എടുത്തതെന്ന് പറയുമ്പോൾ ആ ഉടമ്പടിയിൽ വന്നിരിക്കുന്ന വിഷയം ഞാൻ പറഞ്ഞ് ഞങ്ങളെ ഡെൻഡലിലായിരുന്നു. പിന്നീട് ഈ നാട്ടുകാരാണേ, ചേർത്തലക്കാരാ. പക്ഷെ അവർ ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഉടമ്പടി എടുത്തെങ്കിലും ഉടമ്പടിയിലെ കുറച്ച് കാര്യങ്ങളെ ഞങ്ങൾ ചെയ്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കിയപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ കുർബാന മുടക്കിയിട്ടില്ല, പിന്നെ എന്താണ്, കുടുംബ പ്രാർത്ഥനയും മുടക്കിയിട്ടില്ല, ബൈബിളും വായിച്ചിട്ടുണ്ട്. പക്ഷെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. കാര്യം എന്താ? അത് നിങ്ങളെ ശ്വസിച്ചു എന്ന് പറഞ്ഞൊരു വല്ല കാര്യമുണ്ടാ? നിങ്ങൾ ശ്വസിച്ചില്ല, നിങ്ങൾ ചത്തുപോയനോ. കുർബാന മുടക്കിയിട്ടില്ല, കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല, ബൈബിൾ വായിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ആത്മീയ ജീവിതം ശ്വസിച്ചു എന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ആരോഗ്യം വേറെയാണ്. ഭക്ഷണം കഴിക്കണമെങ്കിൽ മാത്രമേ ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ. മറ്റത് ശ്വാസോച്ഛ്വാസത്തിനാണ് ഈ കുർബാനയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോഴേ ഇവർ പറയണത്, അത് ഉടമ്പടിയിൽ അതുണ്ട്, അത് ശ്വസിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ്. നിങ്ങളെ ശ്വസിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ്. നിങ്ങളെ ബലം പ്രാപിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന കണ്ടൻറ്റ് വേറെയാണ്. നിങ്ങൾ ശ്വസിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് എന്തൊക്കെയാണത്? കുർബാന മുടക്കരുത്, പിന്നെന്താ ചെയ്തിരിക്കണത്? കുടുംബ പ്രാർത്ഥന മുടക്കരുത്, പിന്നെന്താണ്? ബൈബിൾ വായിക്കണം. അതിപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തില്ലെങ്കിൽ ചെയ്യണമല്ലോ. ഒരു കത്തോലിക്ക മസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഉടമ്പടി എടുത്തില്ലെങ്കിൽ ചെയ്യണം.
മറ്റ് ഡിനോമിനേഷൻ ഉള്ളവർ അവരുടെ രീതിയിലുള്ള സഭയിൽ അവരുടെ നിയമം അനുസരിച്ച്, ആ സഭയുടെ നിയമം അനുസരിച്ച് നമ്മൾ ജീവിക്കണത്. അപ്പോഴേ അത് ശ്വാസോച്ഛ്വാസം മാത്രമേ ഉള്ളൂ. ഉടമ്പടിയിൽ എക്സ്ട്രാ വന്നിരിക്കണത് എന്താ? കാരുണ്യ പ്രവൃത്തി. പിന്നെ അത് വന്നിരിക്കണത് എന്താണ്? ഈ ബലം പ്രാപിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതും പ്രതിരോധ ശേഷിക്ക് വേണ്ടി വന്നിരിക്കുന്നതും. ഇപ്പോൾ കാരുണ്യ പ്രവൃത്തി പ്രതിരോധ ശേഷിക്ക് വേണ്ടി വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവാഞ്ചലൈസേഷൻ, വിശ്വാസ കൈമാറ്റം എന്തിനു വന്നിരിക്കുന്നതാണ്? അത് ബലം പ്രാപിക്കാൻ വേണ്ടി, ആത്മീയ ബലം പ്രാപിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പം മെർലിൻ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ കുർബാന മുടക്കണില്ലായിരുന്നു, അതുപോലെ തന്നെ ബൈബിൾ വായന മുടക്കിയിട്ടില്ല, ഞങ്ങൾ അതുപോലെ തന്നെ കുടുംബപ്രാർത്ഥന മുടക്കിയിട്ടില്ല, പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്തിട്ടില്ല. അവസാനം ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവിടുത്തെ സിറ്റുവേഷൻസ് കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാതെ വന്നതെന്നാണ് അവർ പറയണത്. അവർ ഉടമ്പടി എടുക്കാതെ കൊണ്ടാണ് അവർ ചെയ്യുക. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ഇത് എങ്ങനെയെങ്കിലും ഒക്കെ ഇതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഈ സാമ്പിൾ എടുക്കുമല്ല. ഞാൻ പണ്ട് ജയിലിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ 12:30 മണിയായിരുന്നു. അപ്പോൾ ജയിലിലെ ഒരു സൂപ്രണ്ടാണ്, അങ്ങനെ DSP റാങ്കിലുള്ള ആളാണെന്ന് തോന്നുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോലീസുകാർ സാമ്പാറും സദ്യയും കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ അയാൾ ഒരു പാത്രം ഉണ്ടല്ലോ, ഒരു പാത്രത്തിൽ തന്നെ പല പല പാത്രങ്ങളില്ലേ, കറികളൊക്കെ അല്ല, അതിൽ നിന്നെല്ലാം അയാൾ ഓരോ നുള്ളിലെടുത്തിട തിന്നും. എന്നിട്ട് അയാൾ അടുത്ത പോലീസുകാരന് കൊടുക്കും, അയാൾ കൊണ്ട് പ്രതികൾക്ക് കൊടുക്കും. ഇയാൾ കഴിക്കാതെ കൊടുക്കത്തില്ല, കാര്യം ഇതിൻ്റെ വിഷമില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഈ ജയിലിൽ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 12 പാത്രം കൊണ്ടുവന്ന്, 12 പ്രതികൾ അവിടെ കിടപ്പുണ്ട് ജയിലിൽ. 12 പാത്രം കൊണ്ടുവന്നിട്ട് ഈ SP-ക്ക് കൊടുക്കും. അയാളത് അദ്ദേഹം അവിടെ നിന്ന് അത് കഴിക്കും. അതിങ്ങനെ ഓരോ നുള്ളെടുത്ത് കഴിക്കണത്, എല്ലാത്തിൽ നിന്നും എടുക്കും അയാൾ. അപ്പം ഞാനിവിടെ ഇരിപ്പുണ്ട്, ഇത് ഈ കാഴ്ച കണ്ടുണ്ട്. ഇതുപോലെ സാമ്പിൾ കഴിക്കണ അദ്ദേഹം. നിങ്ങൾ ഉടമ്പടിയുടെ സാമ്പിൾ എടുക്കുന്ന ആൾക്കാർ, പല ആൾക്കാരും വർക്കൗട്ട് ചെയ്യത്തില്ല ഉടമ്പടി സാമ്പിള്. അപ്പം ദൈവത്തിനെ നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങൾ ഉടമ്പടിയിലാണെന്ന് ബോധ്യപ്പെടുത്തണം. മെർലിന് സംഭവിച്ച കാര്യം, മെർലിൻ ഇതിൻ്റെ സാമ്പിൾ എടുത്ത് ഉപയോഗിക്കുന്നു. കാരുണ്യപ്രവൃത്തി ഇല്ല, എവാഞ്ചലൈസേഷൻ ഇല്ല. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഇത്തിരി കഷ്ടപ്പെട്ട പണികളാണ്. അപ്പോൾ അതെന്തുകൊണ്ട്? ശ്വാസോച്ഛ്വാസം മാത്രമേ ഉള്ളൂ. കുർബാനയുണ്ട്, കുടുംബപ്രാർത്ഥനയുണ്ട്, ജപമാല കുടുംബപ്രാർത്ഥനയുണ്ട്, കുർബാനയുണ്ട്, വചന വായനയുണ്ട്. അപ്പോൾ ശ്വാസോച്ഛ്വാസമുണ്ട്, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്തു ചെയ്യും? പ്രതിരോധം നഷ്ടപ്പെട്ട കാരണം നമ്മൾ ഈ കാരുണ്യപ്രവൃത്തി പ്രതിരോധമാണ് വെച്ചിരിക്കുന്നത്. പ്രതിരോധം നഷ്ടപ്പെട്ട കാരണം നമുക്ക് സെക്യൂരിറ്റി പോകും. ഇപ്പം നമ്മുടെ ബോഡിയിൽ വേറെ അണുക്കൾ കയറാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ തന്നെ പ്രതിരോധ അണുക്കളുണ്ടല്ലോ, അതിനെ ബൂസ്റ്റ് ചെയ്യാനാണല്ലോ നമ്മൾ ഓരോ ഭക്ഷണമൊക്കെ കഴിക്കണത്. അപ്പോൾ അത് കാരുണ്യപ്രവൃത്തി അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ കാരുണ്യപ്രവൃത്തിയുടെ പ്രതിരോധം ഇല്ലാഞ്ഞ കാരണം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിച്ചു? ഇങ്ങനെ വെൽ ടു ഡു ഫാമിലി ആയിരുന്ന ആളുകളുടെ ജോലി അങ്ങോട്ട് നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരുടെ ട്രേഡും കരിയറും അനുസരിച്ചുള്ള പ്രൊഫഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് ഇൻ ദി എയറാണ്. ഒരു പിടിയും ഇല്ലാതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ അപ്പം തടിയെ പോലെ പറന്ന് നടക്കും. അപ്പോൾ സംഗതി ജോലി നഷ്ടപ്പെട്ട് കുടുംബം അപ്പടെ കുളമായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത്? രണ്ടുപേരും നാട്ടിൽ നിന്ന് അവിടെ നിന്ന് തിരിച്ചു പോന്നു, നാട്ടിലേക്ക് പോന്നു. നാട്ടിലേക്ക് വന്ന സമയത്ത് അവർ കാരിങ്ങുമായി, അവർ ഗർഭിണിയുമായി. പിന്നെ ഉടമ്പടിയിൽ ഇപ്പോൾ ഒരു കുഞ്ഞൊക്കെ ആകാൻ പോകുന്നു. പിന്നെ ജോലി നഷ്ടപ്പെട്ടു. പണ്ട് ജോലി ചെയ്ത കാശ് കൊണ്ട് അത്യാവശ്യം അരിവയും മേടിച്ച് പോവുകയാണ്. ജീവിതം ഇങ്ങനെ നേരെ താഴേക്ക് വന്നില്ലേ. അപ്പോഴെന്ത് അപ്പനും അമ്മയും പറഞ്ഞു, നിങ്ങൾ പോയി ഉടമ്പടി പുതുക്കാൻ പറഞ്ഞു. അപ്പനമ്മയും പറഞ്ഞ് നിങ്ങൾ പോയി ഉടമ്പടി പുതുക്കെന്ന് പറഞ്ഞു. അവർ വന്ന് ഉടമ്പടി പുതുക്കി, രണ്ടാമത് ഉടമ്പടി ക്ലാസ്സെല്ലാം കൂടി ഉടമ്പടി പുതുക്കി. ഇപ്പോൾ അവർക്ക് സമയമുണ്ട്. ഈ വിദേശ രാജ്യത്തുള്ളൊരു കുഴപ്പമെന്ന് പറയണത്, ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ എവിടെയാണോ ഷാർജയിൽ ധരിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു വീട്ടിൽ താമസിച്ചു. അപ്പോൾ അവർ എന്നോട് പറയാണ്, ഭാര്യയും ഭർത്താവുമാണ്, ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ട് 1 മാസമായെന്ന്.
നമുക്കതിന് അത്ഭുതപ്പെടുക. അവർ തമ്മിൽ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അവർ തമ്മിൽ എന്താ കാര്യം വെച്ചാൽ ഭാര്യയ്ക്ക് നൈറ്റ് ഷിഫ്റ്റ്, ഇയാൾക്ക് ഡേ ഷിഫ്റ്റാണ്. ഇയാൾ വരുമ്പോൾ 1 മണിക്കൂർ മുമ്പ് ഭാര്യ പോകും, ഭാര്യ വരണതിന് 1 മണിക്കൂർ മുമ്പ് ഇയാൾ പോകും. അതന്നെ അവസ്ഥ വരണത്. അപ്പം അങ്ങനെ തമ്മിൽ കാണുന്നില്ല, സംസാരിക്കുന്നില്ല, അങ്ങനെ. അപ്പോൾ അതിനിടയ്ക്ക് പ്രാർത്ഥനാ ജീവിതമൊക്കെ സ്വാഹ. അപ്പം അങ്ങനെ വരുമ്പോൾ ഭയങ്കര ഇപ്പം അതെല്ലാം മാറി ഇവർക്ക് ഇപ്പോൾ വീട്ടിൽ വന്ന് നിന്ന് ഒരു കുഞ്ഞൊക്കെ ഉള്ള കാരണം ഒരിടത്തും പോണില്ല. പിന്നെ അങ്ങനെ വന്നപ്പോൾ കുറച്ച് സമയമൊക്കെ കിട്ടിയപ്പോൾ അപ്പനമ്മയും പറഞ്ഞ് നിങ്ങളിനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞു. അവർ ഭാര്യയും ഭർത്താവും വന്ന് ഉടമ്പടി ആത്മാർത്ഥമായിട്ട്, ഇവർ രണ്ടുപേരും ബേസിക്കായിട്ട് നല്ല കക്ഷികളാണ്. അവർക്കങ്ങനെ വീണ് പോയാൽ പിന്നെ ഒത്തിരി തിരിച്ച് നടക്കേണ്ട കാര്യമില്ല. അവരെ ബേസിക്കായിട്ട് ഒരു കാത്തലിക് സ്പിരിറ്റുള്ള ആൾക്കാരെ കാരണം വീണ് കഴിഞ്ഞാൽ അവർക്ക് അല്പം നടക്കുമ്പോൾ തന്നെ ആ സ്പോട്ടിലെത്തും. ചെറുക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മണിക്കൂറോളം കിലോമീറ്ററോളം നടന്ന് തിരിച്ച് നടക്കേണ്ടി വരും. ഇതങ്ങനെ അത്രയില്ല. അവർ വന്നു, അവർ ക്ലാസ്സെല്ലാം ക്ലാസ്സെല്ലാം കേട്ട് അവർക്ക് മനസ്സിലായി ഇതിനകത്ത് ഇവാഞ്ചലൈസേഷനാണ് എക്സ്ട്രാ ഉള്ളത്. തങ്ങളത് ചെയ്തിട്ടില്ല. വിശ്വാസ കൈമാറ്റമാണ് എക്സ്ട്രാ ഉള്ളത്. അത് ദൈവസ്നേഹത്തോടെ ചെയ്യേണ്ടതാണ്. തങ്ങളത് ചെയ്തിട്ടില്ല. അപ്പോൾ തങ്ങളത് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ രണ്ടുപേരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ കാര്യങ്ങൾ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങളെല്ലാം ഓടിത്തിരിയോ, ഒന്ന് ചെയ്യൂ അല്ലെങ്കിൽ ചെയ്യത്തില്ല. എഡ്യൂക്കേഷൻ കൂടിക്കഴിഞ്ഞാലുള്ള ഒരു ഗുണം അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്നെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്യത്തില്ല. തന്നിൽ ഒന്നേ ഉള്ളു. ചിലരെന്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തെന്ന് വരുത്തി തീർക്കും, ചെയ്തതും ചെയ്യാത്തതും ചെയ്ത ഒരുപോലെയാകും. അങ്ങനെ ചെയ്യണ കുറേ ആൾക്കാരും ഉണ്ട്. അപ്പം അതൊക്കെ എല്ലാം കറക്റ്റ് ചെയ്യണം. എനിക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കണ ഒരു കാര്യം, എൻ്റെ സഹോദരങ്ങളെ, ഉടമ്പടി ദൈവത്തെ ബോധ്യപ്പെടുത്തണം നിങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളത്. അപ്പോൾ സിമ്പിളാണ് ഉടമ്പടി. എൻ്റെ സഹോദരങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളത് ദൈവത്തെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്ക് ഒരു കാര്യം രഹസ്യം അറിയാമല്ലോ. കാര്യം നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളൊന്നും ദൈവത്തിന് ഒരു സെക്കൻഡ് ടൈമേ ഉള്ളൂ ഇതിനാവശ്യം. വാരിക്കെട്ടെടുത്ത് ഇത്തരം വിഷയത്തിൻ്റെ ഒരു കാര്യം ദൈവം ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ആ സെക്കൻഡിൽ ഇതെല്ലാം പിക്ചർ മൊത്തം മാറും. പക്ഷേ എൻ്റെ മക്കളെ ദൈവം മനസ്സിൽ വെപ്പിക്കണം നിങ്ങളെ. ഇപ്പം ഇന്ന് വെളുപ്പിനെ ഉണ്ടല്ലോ, വെളുപ്പിനെ ഞാൻ ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം നിങ്ങളെ പ്രതിയാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ പറയണം, ഈ എബ്രഹാം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ റബേക്ക ഇസഹാക്കിന് വേണ്ടി ഒരു വൈഫിനെ കണ്ടെത്താൻ വേണ്ടി എബ്രഹാം ദൂതനെ വിടണ ഭാഗമാണ്. അപ്പോൾ എബ്രഹാത്തിനോട് ദൂതൻ ഉടമ്പടി ചെയ്യും. എബ്രഹാം ദൂതനോട് ഉടമ്പടി ചെയ്യും. എന്തിനാണ്? ഈ വൈഫിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയും. അപ്പോൾ ഞാൻ കണ്ടെത്തുന്ന സ്ത്രീ ഇങ്ങോട്ട് എൻ്റെ കൂടെ വരാൻ മനസ്സില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മകനെ ആ നാട്ടിലോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, എബ്രഹാം പറയും നോ എന്ന് പറയും. അത് സീരിയസാണ്. ഞാൻ കളഞ്ഞു വിട്ടുപോണ നാട്ടിലോട്ട് എൻ്റെ മകനെ നിങ്ങളെ, ഇതാണ് ഇന്നത്തെ സന്ദേശം. ഇന്ന് വെളുപ്പിനെ നിങ്ങളോട് എന്ത് പറയണമെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞതാണ്. അതെവിടെയാ? 24:5-6 ഉൽപ്പത്തി 24:5-6 ശ്രുതികണ്ട. ഹല്ലേലൂയ. 24:5 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോൾ ദാസൻ ചോദിച്ചു, ആ സ്ത്രീക്ക് എന്നോട് കൂടെ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ? അബ്രഹാം പറഞ്ഞു, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്നും
പിതാവിന്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും. നീ അവിടെ നിന്ന് എന്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും. ദൈവ മനുഷ്യരും ദൈവജീവിതവും എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായൊരു ജീവിതമാണ്. എന്താ പറയണത്? എന്നോട് എൻ്റെ ചാർച്ചക്കാരിൽ നിന്നും എൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്നും അവരുടെ പ്രത്യേക ദൈവമില്ലാത്തൊരു ജീവിതത്തിൽ നിന്നും എന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന ദൈവം തൻ്റെ ദൂതനെ നിൻ്റെ കൂടെ അയക്കും. ആ സ്ത്രീ നീ കണ്ടെത്തുന്ന എൻ്റെ മകന് വേണ്ടി ജീവിത പങ്കാളി നീ കണ്ടെത്തുന്ന സ്ത്രീ നിൻ്റെ കൂടെ വരും. അതാണ് വിഷയം. അതായത് ഉടമ്പടിയിലുള്ള വിശ്വാസമാണത്. ഉടമ്പടിയിൽ ഉടമ്പടി ഒരു വിശ്വസ്തതയുടെ ട്രാൻസാക്ഷൻ ആണെങ്കിലും ആ ഉടമ്പടിയിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. ആര്? ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതാണ്. കഴിഞ്ഞ ദിവസത്തെ അശ്വതര സാക്ഷ്യം കേട്ടില്ലേ? കർത്താവേ, എനിക്കാകപ്പാടെ ആസ്തിയുള്ളത് നിന്നോട് ചെയ്ത ഉടമ്പടി മാത്രമാണ്. അതാ സംഭവം. ഉടമ്പടിയിൽ വിശ്വസിക്കണം നമ്മൾ. കാര്യം എന്താണ്? വാഗ്ദാന പ്രകാരമാണ് ദൈവം ഇവനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ നീ പറയണതൊന്നും അല്ല കാര്യം. ആ സ്ത്രീ നിൻ്റെ കൂടെ പോരാതിരിക്കത്തില്ല. എന്താ കാര്യം? എൻ്റെ കർത്താവിൻ്റെ ഉടമ്പടിയിലാണ് ഞാൻ ജീവിക്കണത്. അതുകൊണ്ട് അവൾക്ക് പോരാതിരിക്കാൻ പറ്റത്തില്ല. പോന്നില്ലെങ്കിലോ? അപ്പോൾ എബ്രഹാം പറയും, പോന്നില്ലെങ്കിലും എൻ്റെ മകനെ ഞാൻ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് എൻ്റെ മകനെ നീ തിരിച്ചു കൊണ്ടുപോകരുത്. അതാണ് എപ്പോഴും വളരെ വിഷയം. അതാണ് ഈ പട്ടി സഞ്ചരിക്കുമ്പോഴേ, പട്ടി പോണ കണ്ടില്ലേ? നമ്മുടെ കൂടെ വരുമില്ല, പള്ളിയിലൊക്കെ വരുത്തില്ലേ അല്ലേ? അവൻ മുമ്പിൽ ചിലപ്പോൾ പുറകിലേ പിടിക്കത്തുള്ളൂ. എന്താ കാര്യം? അവൻ കാണുന്ന തെങ്ങും മുട്ട മുഴുവൻ മൂത്രം ഒഴിച്ചേ വരത്തുള്ളൂ. അവന് കാണുന്ന എന്തിനാണ് കാര്യം? ഈ വീട്ടുകാരൻ നഷ്ടപ്പെട്ടാലും അതിൻ്റെ മൂത്രത്തിന് മണം പിടിച്ച് അവൻ്റെ വീട്ടിൽ പോകണം. പട്ടിക്ക് വളരെ കാൽക്കുലേഷനുണ്ട്. അതുകൊണ്ടാണ് കാണുന്നിടത്ത് എല്ലാം കാല് പൊക്കി മൂത്രം ഒഴിച്ചുകൊണ്ട് പോകണത്. ഈ കാല് പൊക്കി മൂത്രം ഒഴിക്കണ പട്ടികളെപ്പോലെ ആയിരിക്കരുത് ഉടമ്പടി. തിരിച്ചു പോകണമെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് വെരി സീരിയസ് തിങ്. എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടി കഴിയുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന പലരുടെയും കുഴപ്പങ്ങൾ അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 90 ദിവസം മാത്രമല്ലേ ഉള്ളൂ, 90 ദിവസം കഴിയുമ്പോൾ പിന്നെ 5:30 എഴുന്നേക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് സംഭവം. ഉടമ്പടി 90 ദിവസം മാത്രമല്ലേ ഉള്ളൂ. എങ്ങാനും ഒരു 90 ദിവസം കൂടെ ഒപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ 5:30 എഴുന്നേക്കണ്ട, ഇഷ്ടംപോലെ കിടന്ന് ഉറങ്ങാമല്ല. അത് പട്ടി വഴിനീളെ മൂത്രം ഒഴിക്കണ പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? തിരിച്ചു പോകുന്നു. ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എന്താണ്? നീ പോകുന്ന ലക്ഷ്യം സാധിച്ചില്ലെങ്കിലും നീ ഉടമ്പടിയിൽ നിന്ന് തിരിച്ചു പോരരുത്. ഈ കൊടുത്ത പോയിന്റ് മനസ്സിലായില്ലേ? അതാ ഒന്നുകൂടി വായിച്ച ഭാഗം ഒന്നുകൂടി വായിച്ചേ. അബ്രഹാം പറഞ്ഞു, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. 24:8 എന്നാൽ ആ സ്ത്രീക്ക് നിന്നോട് കൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശബദത്തിൽ നിന്ന് നീ വിമുക്തനാണ്. എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം. ഇത് എൻ്റെ മക്കൾ വളരെ സീരിയസ്. ഇന്ന് വെളുപ്പിനെ ഈശോ നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താ കാര്യം? ഉടമ്പടിയുടെ വിഷയം നിയോഗം നിറവേറിയില്ലെങ്കിലും, ഉടമ്പടി എന്താണ്? എബ്രഹാത്തിന് ഇസഹാക്കിന് മകളെ കണ്ടെത്താൻ ഇസഹാക്കിന് നാട്ടിലോട്ട് പോവുകയാണ്. സ്വന്തം രക്തത്തിൽ നിന്ന് ജീവിത പങ്കാളെ കണ്ടെത്താൻ കഴിയണം. അപ്പം വൃത്തം ചോദിക്കണത് എന്താണ്? അവൾക്ക് എൻ്റെ കൂടെ ഇങ്ങോട്ട് ഇത്രയും അകലെ വരാൻ താല്പര്യമില്ലെങ്കിലും എന്താ പറയുക, ഇവൻ കെട്ടാതെ നിന്നാലും കുഴപ്പമില്ല. അതാണ് ആ ലൈൻ പോണ പോക്കുണ്ടല്ലേ. ഇവൻ കെട്ടാതെ നിന്നാലും കുഴപ്പമില്ല, എൻ്റെ മകനെ ഞാൻ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് നീ തിരികെ കൊണ്ടുപോകരുത്.
വളരെ സീരിയസ് ആയിട്ടുള്ള വെർഡിക്റ്റാണ്. ഇതൊരു നിലപാടിൻ്റെ ഒരു ഭാഗമാണ്. നിൻ്റെ ഉടമ്പടി നിയോഗം ചില കാര്യങ്ങൾ ദൈവഹിതമാണെന്ന് വിചാരിച്ചു. ഇപ്പം നീ കൊച്ച ഉണ്ടാകാൻ വേണ്ടിയാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഉടമ്പടിയിൽ ഒരു സംശയമില്ലാത്തൊരാളാണ്. എന്നുവെച്ചാൽ ഞാൻ ഉടമ്പടിക്ക് മുമ്പൊരു കാലഘട്ടത്തെ ഫേസ് ചെയ്ത ആളാണ്. 86 84 തുടങ്ങി. അച്ഛനായത് 85-ലാണെങ്കിലും ധ്യാനം ഞാൻ തുടങ്ങിയത് 84-ലാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ധ്യാനഗുരുവാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയണത്, ഈ കാലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന മെഷീനറികളെല്ലാം എനിക്കറിയാം. ഉടമ്പടി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഡിഫറൻസ് എനിക്കറിയാം. ഉടമ്പടി വന്നപ്പോൾ ഡിഫറൻസ് 3 ഇരട്ടിയാണ്, 3 ഇരട്ടിക്ക് കൂടുതലാണ്. ഇത് ടൈം ഷോർട്ടണിങ് എന്ന് പറയുന്നത് പണ്ടാര ടൈം ഷോർട്ടണിങ് ആണ്. പെട്ടപ്പെടാന്നിങ്ങനെ. ഇപ്പം ഈ മെർലിനൊക്കെ പറഞ്ഞത് എന്താണെന്നറിയാമോ, ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പ്രകാരം അതിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് ഞാൻ എന്താ ചെയ്തത്, എൻ്റെ ദശാംശം തന്നെ ഞങ്ങൾ എടുത്തിട്ട് വീടില്ലാത്തവർക്ക് കൊടുക്കും. ജീസസ് പോലുള്ള ആത്മീയ സംഘടനകൾക്ക് അവർക്ക് ശുശ്രൂഷ കൂടാൻ കൊടുക്കും. അതുപോലെ തന്നെ എന്നെപ്പോലൊരു കുഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്ത് ജനിച്ചിട്ടുണ്ട്. എനിക്ക് കുഞ്ഞിനെ കിട്ടിയ പോലെ തന്നെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു സ്ത്രീ ഗർഭം ധരിച്ചു. അപ്പം ഞാൻ അവളെ പോയി കണ്ടിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്താനുണ്ടായിരുന്ന ചിലവ് എന്തുമാത്രമാണെന്ന് എനിക്കറിയാം. ഞാൻ അത്രയും ആ കൊച്ചിനെ ഞാൻ ദത്തെടുത്ത്. അവർ പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ കൊച്ചിനെ ഞാൻ ദത്തെടുത്ത് അവൾക്കുണ്ടായിരുന്ന ചിലവ് ഞാൻ വഹിച്ചു ആ കാലങ്ങളെല്ലാം. അങ്ങനെ മനുഷ്യ ഉടമ്പടി ചെയ്യണത്. അവർ തിരിച്ചു വന്നപ്പോൾ ഒരു വല്ലാത്ത ഒരു 1.5 വരവായിപ്പോയി. ഭാര്യയും ഭർത്താവും. അതുപോലെ തന്നെയാണ് സുവിശേഷ വേലയും. ഇപ്പം എന്താ സംഭവിച്ചതെന്നറിയാമോ, അങ്ങനെ വന്നപ്പോൾ നടക്കണമെന്ന് സംഭവിച്ചത്, നമ്മളെ ഉടമ്പടിയോട് വിശ്വസ്തരാണെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഒന്ന് സ്തുതിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് ഇത്രയും അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തത പാലിച്ചില്ലേ, ഉടമ്പടി റെക്ടിഫൈ ചെയ്തു. ആദ്യം തെറ്റിപ്പോയപ്പോൾ ഉള്ള ജോലി കൂടി പോയി, 0 ആയി. പിന്നെ ഉടമ്പടി വന്ന് പുതുക്കി കഴിഞ്ഞപ്പോൾ പൂർവാധി ശക്തമായിട്ട് അവരെ ഉടമ്പടി നിറവേറ്റാൻ തുടങ്ങി. അവരുടെ ഭാഗം ക്ലിയർ ചെയ്തപ്പോൾ എന്താ പറ്റിയിരിക്കണത്, ക്ലിയർ ചെയ്തപ്പോൾ ഇവർ അപേക്ഷ പോലും വെച്ചിട്ടില്ല. ആമസോണിൻ്റെ ഏരിയ മാനേജറായിട്ട് ഇയാളെ അപേക്ഷ വെക്കാതെ ഇയാളുടെ ബയോഡേറ്റ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കോൾ ഫോർ ചെയ്യാൻ. കർത്താവിൻ്റെ മുമ്പിൽ നിന്നെ രക്ഷപ്പെടുത്താൻ 10,000 വഴികളുണ്ട്. നിൻ്റെ ചിന്തയിൽ ഒരു കമ്പനിയും ഒരു രാജ്യമേ ഉണ്ടാകത്തുള്ളൂ, ചിലപ്പോൾ ഒരു പ്രൊഫഷൻ ഉണ്ടാകത്തുള്ളൂ. ഉടമ്പടി ഓപ്പൺ മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം, കർത്താവിൻ്റെ സാധ്യതയ്ക്ക് ഇടണം. നിങ്ങൾ ഉടമ്പടി കൃത്യമായിട്ട് അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചു, സ്ത്രീക്ക് ഇവർക്ക് എന്താ സംഭവിക്കണം, ആമസോണിൻ്റെ ഏരിയ മാനേജർ എന്ന് പറയണത് ഇയാൾ പഠിച്ചത് ഫൈനാൻസാണ് പഠിച്ചത്. ഇപ്പോൾ ഫൈനാൻസ് ഇയാളെ പഠിച്ച പ്രൊഫഷൻ തന്നെയാണ് വിളിച്ചിരിക്കണത്. അപ്പം നല്ല ശമ്പളം, പക്ക ശമ്പളമാണ്. ഇയാൾ വല്ല അപേക്ഷയും വെച്ചാൽ ഒരു അപേക്ഷയും വെച്ചിട്ടില്ല. ഇയാൾക്ക് അവരറിയാവോ, അറിയാൻ പാടില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൺട്രോളിലാണ് ഈ സംഭവങ്ങളെല്ലാം. നമ്മളൊരു സത്യസന്ധമാണെന്ന്, ഇപ്പം നിൻ്റെ കല്യാണം താമസിക്കുന്നു, നിനക്ക് കൊച്ചുണ്ടാകാൻ താമസിക്കുന്നു, ശരി, നിനക്ക് വീട് വിൽക്കാനോ താമസിക്കുന്നു. പക്ഷേ ഈ വിഷയത്തെല്ലാം എന്താണ്, ഈ ഓരോ സംഭവവും നമ്മളെപ്പോഴും ഉടമ്പടി വയ്ക്കുമ്പോൾ ബൈബിളിൽ ഏറ്റവും നല്ല വാക്ക് ഉടമ്പടിക്കാർക്ക് മനസ്സിൽ ഓർക്കേണ്ട വാക്കാണ്. എന്താണ്? ദൈവം. എന്താണ്? ദൈവം. സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴാക്കിയിരിക്കുന്നു. അപ്പൊ നമ്മൾ പറയുന്ന ആക്കാടെ കയ്യിലല്ല നമ്മുടെ ഭാവി ഇരിക്കണത്. ആരുടെ കയ്യിലാണ്? ദൈവത്തിന്റെ കയ്യിലാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. കൊരിന്തോസ് 15:27
1 കൊരിന്ത്യർ 15:27. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിൻ കീഴാക്കിയിരിക്കുന്നു. സമസ്തവുമാണ് നിന്റെ ജോലി, വീട്, വിവാഹം, പെൻഷൻ, PR, ഈ സമസ്തവും കർത്താവിൻ്റെ കീഴിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലുള്ള എന്താണ്? നമ്മൾ ഈ സമസ്തവും ദൈവത്തിൻ്റെ കീഴിലാക്കണം. അതാണ് വിഷയം. നമ്മൾ സമസ്തവും നമ്മുടെ ചിന്ത, ആലോചന, അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാത്തിനെയും. കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ഗോകുൽകൃഷ്ണയുടെ സാക്ഷ്യങ്ങളിലൊന്ന്, ഒത്തിരി സാക്ഷ്യങ്ങളുണ്ടാവില്ല, അല്ല ഒരു സാക്ഷ്യം പറയണത്, ഞാൻ ചെറുപ്പമാണ്, ഈ ടൈറ്റ് യൂത്തിൻ്റെ ടൈമാണ്, എനിക്ക് 25 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജർമ്മനി ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ബോറടിച്ച്. എന്താണ് കാര്യം? ആ പ്രായം ബോറടിക്കണ പ്രായമാണ്. കാര്യം എല്ലാവർക്കും തന്നെ ലൈനുണ്ട്, അതാണ് വിഷയം. കാര്യം അവർക്ക് ഈ ആൾക്കാർക്ക് ആ പ്രായത്തിൽ ബോറടിക്കുമ്പോൾ ഓരോരുത്തർ ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും, ചിലപ്പോൾ പണി കിട്ടും, പല പരിപാടിയാണ്. പക്ഷേ ഇവരുടെ മാനസികാവസ്ഥ എന്താ? മാനസികാവസ്ഥ എന്ന് പറയുന്നത് തനിക്ക് ആരും ഇല്ലല്ലോ എന്നുള്ളതാണ്. അപ്പനമ്മ വീട്ടിലല്ലേ, ഇടയ്ക്കിങ്ങനെ സ്കൈപ്പിൽ തിരിച്ചുകൊണ്ടിരിക്കണമെന്നല്ലാതെ കാര്യമില്ലല്ല. അത് ഫ്രെയിം വെച്ച ഫോട്ടോ പോലെയാണ്. അമ്മ ചോദിക്കും തിന്നാന്ന് ചോദിക്കും, അതാണ് ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. കഴിച്ച നിൻ്റെ മുടി എന്താണ് ഇങ്ങനെ ഇരിക്കണത്? ഇത് സ്ഥിരം ചോദ്യമാകുമ്പോൾ 1 കൊല്ലം ആകുമ്പോൾ അമ്മയെ വെറുക്കും. കാര്യം ഇവർക്കിത് ചോദിക്കാനല്ലേ അറിയാൻ പാടുള്ളൂ. ശമ്പളമാണെങ്കിൽ ശമ്പളം ചോദിക്കും, ശമ്പളം കിട്ടിയില്ലേ മോളെ എന്നൊക്കെ ചോദിക്കും. അത് 1 കൊല്ലം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ തള്ള വാ പൊളിക്കണ ശമ്പളത്തിനാണെന്നുള്ളൂ. അപ്പം നമ്മളോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങളെക്കുറിച്ച് അവർക്കൊരു ധാരണയാകും. ഉള്ളിൽ നിങ്ങളുടെ ഫോട്ടോ കാണുന്നത് തന്നെ അവർക്ക് മടുപ്പാകും. കാര്യം ചോദിക്കാൻ പോണ കാര്യം ഇത്രയാണ്. അതിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ വിളിക്കുമ്പോൾ റെക്കോർഡ് ഓൺ ചെയ്താൽ മതി. കഴിച്ചു, ശമ്പളം കിട്ടി അല്ലെങ്കിൽ കിട്ടിയില്ല, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അവർ ഓക്കെ ആവും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഈ വിഷയങ്ങളെ. കാര്യം കൈ വിട്ട് നിൽക്കണ ആ പിള്ളേരെ ഇവിടെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ കോളേജിൽ പോയി പഠിക്കേണ്ടി വരും. അവരുടെ മനസ്സിലുണ്ടാകുന്ന ട്രാജഡി ഒന്നും നിങ്ങളോട് പറയണമെന്നൊരു നിർബന്ധമില്ല. അതുകൊണ്ട് എപ്പോഴും നല്ലത് ഉടമ്പടി എടുത്ത് അതിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ കാര്യം? നമുക്കറിയത്തില്ല എന്ത് അണ്ടർ കറണ്ടാണ് പോകണമെന്ന്. അപ്പം ഇപ്പോൾ ഗോകുൽകൃഷ്ണൻ എന്താ പറയണത്? എനിക്ക് ബോറടിക്കാൻ തുടങ്ങി ഒറ്റക്ക് നടന്ന്. എല്ലാവർക്കും കൂട്ടുണ്ട്. അപ്പോൾ കൊള്ളാവുന്നതായാലും കൊള്ളാത്തതായാലും ആരെങ്കിലും ഒരു കൂട്ട് കിട്ടണമെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് ബോറടി മാറും. അത് എല്ലാ യൂത്തും അനുഭവിക്കുന്ന പ്രശ്നമാണ്. എല്ലാ യൂത്തും അനുഭവിക്കുന്ന കാര്യം. ഒരു പ്രണയക്കൂട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് കോംപ്ലക്സാണ്. എന്താണ്? തനിക്കെന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ് നമുക്ക് ഒന്നും ഒക്കാതെ വന്നതെന്ന് തോന്നും. അത് നമ്മൾ അമ്മയോടൊന്നും ചിലർ അപ്പം അമ്മയോടൊക്കെ ഈ സംഭവം അങ്ങോട്ട് ഡിസ്കസ് ചെയ്യും, ചിലർ ഡിസ്കസ് ചെയ്യത്തില്ല. അപ്പോൾ ഇവരുടെ മനസ്സിലുള്ള ഒരു ചങ്കടിപ്പെന്ന് പറയണത് തനിക്കെന്തോ കുഴപ്പമുണ്ട്, തൻ്റെ ബോഡിക്കെന്തോ കുഴപ്പമുണ്ട്, തൻ്റെ സംസാരത്തിന് എന്തോ കുഴപ്പമുണ്ട്, താൻ തിരിവാകുകയാണ്. ഓപ്പൺ മാർക്കറ്റിൽ താൻ തിരിവാകുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ കാണിക്കണത് എന്താണ്? തിരിവാകാതിരിക്കാൻ വേണ്ടി ഞാൻ വലിയ സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടി പുതിയ പുതിയ അഭ്യാസങ്ങൾ കാണിക്കും. ഇവിടെ കാലുകുത്തുന്ന ഓരോ മനുഷ്യരും ഞാൻ ചൂടാകണത് ആത്മീയ കാപഠ്യം ഉണ്ടെങ്കിലേ ചൂടാകത്തുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾക്ക് ഐ ആം നോട്ട് ബോദർ അബൌട്ട് ഇറ്റ്. നിങ്ങൾ കർത്താവിനെ പറ്റിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തിന് ദുർവിനിയോഗിച്ചാൽ ഞാൻ നിങ്ങളുടെ ഉടമ്പടി കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചൂടാകണതാണത്. അല്ലാതെ ആൾക്കാരെ നോക്കി ചൂടാകണമല്ല. ഉടമ്പടി കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശാസിക്കുന്നതാണ് അല്ലേ ഉള്ളു. അല്ലാതെ നിങ്ങൾ എന്ത് ലിപ്സ്റ്റിക് തേച്ച് വന്നാലേ എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനി ഇന്നാളൊരാൾ മുഴുവനും മദാമയെ പോലെ കളറൊക്കെ ചെയ്ത് വന്ന് ഞാൻ ചിരിച്ച്, അത്രയേ ഉള്ളൂ. അത് അവരുടെ പ്രായത്തിന് അവർക്കത് ചെയ്ത് അങ്ങ് മുന്നോട്ട് പോകേണ്ടത്. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതല്ല പ്രശ്നം. ഈ ഒറ്റപ്പെടലെന്ന് പറയുന്ന സംഭവം, നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് ഡിമാൻഡ് ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള അഭ്യാസങ്ങൾ കാണിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കിഡ്നി പോകുക, ഇത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കമ്പനിക്കാരൊക്കെ എത്ര നമ്മളെ ശ്രദ്ധിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഒരു കമ്പനിക്ക് നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 10-30 വയസ്സോ ഉള്ളെങ്കിലും 60 വയസ്സിൻ്റെ ബ്രാൻഡിൽ ഇരിക്കുകയുള്ളൂ. കമ്പനിയുടെ കാര്യങ്ങളെല്ലാം കെമിക്കലല്ലേ. അപ്പോൾ നമുക്ക് ആ വഴിക്ക് പോയിട്ട് ചിന്തിക്കുക. അപ്പോൾ അതിനേക്കാളെല്ലാം മനസ്സിൻ്റെ കണ്ടൻറ്റ് വരണം. ഇപ്പം ഇവളെ നല്ല പ്രായമാണ്, അവളെ പറയണം എനിക്കൊരു കൂട്ട്
കിട്ടണമെന്ന് തോന്നിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കർത്താവിനോട്, കർത്താവേ നിന്നേക്കാൾ നല്ല കൂട്ട് ആർക്കും തരാൻ പറ്റത്തില്ലെന്ന്. അത് കേൾക്കാൻ നല്ല രസമാണ്. എൻ്റെ ടൈറ്റ് ജീവിതത്തിൽ ജീസസ് നിന്നെപ്പോലെ നല്ല കൂട്ട് ആർക്കും, അതാര് ഗോകുൽ കൃഷ്ണനായ പറയണമെന്ന് ഓർക്കണം. ഇത് ഇവരുടെ ജ്ഞാനമെന്ന് പറഞ്ഞ പണ്ടാര ജ്ഞാനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും റാലിക്ക് ചില ആൾക്കാർ ഓടുമല്ല, നടന്നു വരുമ്പം ഓടുകയല്ലേ, ഓടുമ്പോൾ നടന്ന് കയറാൻ വരുമ്പോൾ ചില ആൾക്കാർ ഓടുമ്പോൾ ഇവിടെ ഓർത്തിങ്ങനെ ഈ ഓട്ടതിരത്ത് ഉള്ളതായിരിക്കും എന്ന് വിചാരിച്ചു. ആരാണ്ട് ഓടുന്ന കണ്ടപ്പോൾ ഇവളും ഓടി മുമ്പിലെത്തി മാതാവിൻ്റെ അടുത്ത് എത്തണമായിരിക്കും ചിലപ്പോൾ പരിപാടിയെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ മനസ്സിലായി, എടാ ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ജർമ്മനിയിൽ നിന്ന് ഇവിടെ വന്നത് അമ്മയുടെ റാലി കൂടാനല്ലേ വന്നത്. ഞാൻ ഓട്ടം നിർത്തിയപ്പോൾ എനിക്ക് കാര്യം ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര ചൂടാണ്. ശരിയാണ്, നമ്മൾ വെയിലത്തൂടിയല്ലേ പോയത്, നല്ല പൊള്ളണ വെയിലത്തൂടിയാണ് പോയത്. ഇപ്പോൾ ശരീരമൊക്കെ വിയർക്കാൻ തുടങ്ങി. അപ്പോൾ ഈ അവിടെ നിന്ന് തണുപ്പിൽ നിന്ന് ഇങ്ങോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ ബോഡി വേറെ ഒരു കണ്ടീഷനാകും ഒരാഴ്ച. പിന്നെ ശരിയായി പറഞ്ഞെങ്കിൽ അയ്യോ എൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര ഗതികേടായിരുന്നു. ചൊറിഞ്ഞും മാന്തിയൊക്കെ ഞാനൊരു കണക്കിനാണ് ഈ ഫ്രാൻസിലൊക്കെ ജീവിച്ചത്. ചുണ്ടൊക്കെ വല്ലതും അല്ലാത്ത മനുഷ്യർ ചൊരിയും മുഴുവൻ ഇങ്ങനെ പൊടി വന്ന് വയസ്സന്മാരെ പോലെ ഇരിക്കും, പൊടിയൊക്കെ കയറി ശരീരത്തിൽ മുഴുവൻ പൊടി പോലെയൊക്കെ വരും. അതുകൊണ്ട് അവരെല്ലാം കുറേ സാധനങ്ങളൊക്കെ തേച്ചാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് ഇവർ വന്ന് ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂട്, തണുപ്പിന് ചൂടിലൊക്കെ വന്നത്. അപ്പോൾ ഈ ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റണില്ല. ഉടനെ ഗോകുൽ കൃഷ്ണ പറയുവേ, കർത്താവേ എനിക്കിത് റാലി പൂർത്തിയാക്കാൻ പറ്റാത്ത രീതിയിൽ ചൂടാണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ശുദ്ധീകരണത്തിന് ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ചൂട് കാഴ്ചവെക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ജ്ഞാനസ്ഥാനപ്പെടാത്തൊരു സന്തതി പറയുന്ന സംഭവം പ്രാർത്ഥനയാണിത്. എൻ്റെ പൂർവ്വപിതാക്കന്മാർ ശുദ്ധീകരണത്തിന് ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി എൻ്റെ ശരീരത്തിൻ്റെ ഇപ്പം സഹിക്കാനാവാത്ത ചൂട് ഞാൻ ഇതാരും ഇവർക്ക് പറഞ്ഞു കൊടുക്കണേ? പരിശുദ്ധാത്മാവല്ല, പിന്നെ ആര് പറഞ്ഞു കൊടുക്കാനാണ്? ഏത് വേദപാഠം പഠിച്ചിട്ടാണ്? ഒരു വേദപാഠവും പഠിപ്പിക്കാത്തവരെ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൗതികമായ നേട്ടങ്ങളുടെയും നിയോഗങ്ങളുടെയും ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യഘട്ടം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ ഉടമ്പടിയെ പുതുക്കുമ്പോഴൊക്കെ ഒരു ആധ്യാത്മിക അനുഭവങ്ങൾക്ക് വേണ്ടി കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ കക്ഷികളെല്ലാം മെർലിനായാലും പിന്നെ ഗോകുൽ കൃഷ്ണനായാലും അവിടെ ആധ്യാത്മിക അനുഭവങ്ങൾ കണ്ടില്ലേ? അതാണ് അടിയൊഴുക്കെന്ന് പറയണത്. അവർ പുതുക്കി കഴിയുമ്പോൾ അവരുടെ നിയോഗം കർത്താവ് തന്നെയാണ്. ഇപ്പോൾ ഗോകുൽ കൃഷ്ണൻ എന്താ പറയണത്? ഞാൻ ടൈറ്റ് യൂത്താണ്. ഇപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ യൂത്താണ്, എനിക്ക് ലോകത്തിൻ്റെ ഒരു വിഷത്തിൽ ചെന്ന് ചാടി ആത്മാവ് നഷ്ടപ്പെടാൻ താല്പര്യമില്ല, അതുകൊണ്ട് നീ തന്നെയായിരിക്കണം എൻ്റെ കൂട്ട്. അപ്പോൾ അവർ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവർ ആ ഒരു ബോറടിക്കുന്ന ഒറ്റപ്പെട്ട് പോകുന്നില്ല പല ആൾക്കാരും ചെന്ന് അവർക്ക് പറ്റാത്ത ബന്ധങ്ങളിൽ പോയി ചാടി വീണ് പോയിട്ടില്ലേ? ആ ഒരു സംഘർഷമാത്മകമായ ഒരു ടെംപ്റ്റേഷന് ഇവർ ക്രിസ്തുവിനെ വെച്ച് മാനേജ് ചെയ്യണം. കണ്ടില്ലേ? അത് അപാര മാനേജിങ്ങാണ്. ഈ ബോർ ടൈമിൽ ചില ആൾക്കാരിങ്ങനെ കൂട്ടുകൂടുമ്പോൾ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാവോ? അത് നമ്മൾ തേപ്പെന്നൊക്കെ പിള്ളേർ പറയണ സംഭവിച്ചാൽ തേക്കാൻ വേണ്ടി മാത്രം കൂടുന്നവരുണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം വന്ന്, ഈ ബോർ ടൈം വന്ന് എങ്ങനെയെങ്കിലും ആരെങ്കിലും വെച്ച് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ആ ബോർ ടൈം കഴിയുമ്പോൾ അയാളെ കണ്ടുപഠിച്ച് അയാളെ മാറ്റിയിട്ട് വേറെ ആൾക്കാരെടുക്കും. അത് തുടങ്ങുമ്പോൾ തന്നെ ഇവർ രണ്ട് കക്ഷികളും പരസ്പരം വഞ്ചിക്കുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഈ ആത്മവഞ്ചനയിൽ നിലനിൽക്കുന്ന ആൾക്കാർക്ക് ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം എന്താ? നിങ്ങൾ തന്നെ ബേസിക്കായിട്ട് ആത്മവഞ്ചനയിൽ പോവുകയാണ്. അപ്പം നിങ്ങൾ പറയാം അതൊക്കെ സാരമില്ല, ഒക്കെ ടൈം പാസ് ഒന്നും പറഞ്ഞ സാധനമില്ല. ടൈം പാസ് അല്ല ശരിക്കും സംഭവിക്കണത്. സമയം കൊല്ലാൻ വേണ്ടിയല്ല. നിങ്ങൾ ചെയ്യണത് ഗ്രേസ് പാസ്സാണ് നടക്കുന്നത്. കൃപയാണ് നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കണത്. എന്താ കാര്യം? ഈ കാപട്യം വെച്ചുകൊണ്ട് നമുക്ക് ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ പെട്ടുപോയില്ല എന്ന് വിചാരിക്കും. നിങ്ങൾ തൽക്കാലം ചെയ്യാവുന്ന എന്താണ്?
നിങ്ങളുടെ പാസ്ബുക്ക്, നിങ്ങളുടെ ചെക്ക് ബുക്ക് കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് പേയ്മെൻ്റ് അടിക്കും ഇല്ലേ? എൻ്റെ ചെക്ക്, ഞാൻ എഴുതിയ ചെക്ക്, ഒപ്പിട്ട ചെക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, അതുകൊണ്ട് ബാങ്ക് ആ ചെക്കും കൊണ്ട് വന്നാൽ പൈസ കൊടുക്കുമെന്ന് പറയും. നിങ്ങൾ പെട്ടുപോയ ബന്ധമാണെങ്കിൽ ഉടനെ സ്റ്റോപ്പ് പേയ്മെൻ്റ് അടിക്കണം. എന്താ കാര്യം? ഓക്കെ, ഇത്രയും നാൾ നമ്മളിങ്ങനെ ഒരു റിലേഷനിലായിപ്പോയി, പെട്ടിരിക്കുകയാണ്, ഇനി ഞാൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്കറിയാം, അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയാതൊക്കെ, അങ്ങനെ ഭയങ്കര ഒരു ഇമോഷണലായിട്ടുള്ള കുറേ സിനിമയിൽ നിന്ന് സീരിയലിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്ഥിരം ഡയലോഗ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കീച്ചും, അതൊക്കെ കീച്ചിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം അറിയാതെ നീ വിശ്വാസിയാണെങ്കിൽ എൻ്റെ മകനെ നീ തിരിച്ചു കൊണ്ടുപോകരുത്. അതാണ് വിഷയം അതാണ്. ആ നിയോഗം നിറവേറിയില്ലെങ്കിലും, നിന്നെ ഏൽപ്പിച്ച കാര്യം നിറവേറിയില്ലെങ്കിലും, നീ നിയോഗം വെച്ച കാര്യം നിറവേറിയില്ലെങ്കിലും നീ പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചു പോകരുത്. മനസ്സിലായില്ലേ? അത് ഒന്നിനു വായിച്ച ആ ഭാഗം, അതാണ് നമ്മുടെ ഇന്നത്തെ ക്യാപിറ്റൽ മെസ്സേജ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. എന്നാൽ എന്നാൽ ആ സ്ത്രീക്ക് നിന്നോട് കൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശബ്ദത്തിൽ നിന്ന് നീ വിമുക്തനാണ്. എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം. ഞാൻ വിട്ടുപോകുന്ന നാട്ടെന്ന് പറയുന്നുണ്ട്. ഉടമ്പടി പ്രഖ്യാപിതമായ ഒരു വർക്ക് ചെയ്യണത് ഈ മേഖലയിലാണ്. എന്താണ്? ഞാൻ വിട്ടുപോകുന്ന നാട്ടിലേക്ക് നിങ്ങൾ തിരികെ കൊണ്ടുപോകരുത്. അപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ വിട്ടുപോകുന്ന ഒരു ജീവിത രീതിയുണ്ട്. നിങ്ങളുടെ നിയോഗം നിറവേറിയില്ല, നിങ്ങളുടെ നിയോഗം ആ രീതി നിറവേറിയില്ലെങ്കിലും നിങ്ങൾ വിട്ടുപോകുന്ന ഒരു നാടുണ്ട്, ദൈവാനുഭവമുണ്ട്. നിങ്ങൾ വിട്ടുപോകുന്ന ഒരു ലോകജീവിതമുണ്ട്, അതിലേക്ക് നിങ്ങൾ തിരികെ പോകരുത്. ഇത് നിങ്ങൾ കൃത്യമായിരിക്കാം. ഇത് എന്നെ ബോധ്യപ്പെടുത്താനല്ല, കൗൺസിലേഴ്സിനെ ബോധ്യപ്പെടുത്താനല്ല, ദൈവത്തെ ആദ്യം ബോധ്യപ്പെടുത്തണം. എന്താണ്? ഞാൻ എൻ്റെ നിയോഗം നിറവേറിയില്ലെങ്കിലും ഞാൻ തിരിച്ചു പോകത്തില്ല പഴയ മദ്യപാനത്തിലേക്ക്. അതുപോലെ തന്നെ എന്തെല്ലാം തരമാണ് ദൈവത്തിന് സത്യസന്ധമല്ലാത്ത ഒരു വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു പോകത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. അയാളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, അത് കാരണം എനിക്ക് പേര് കിട്ടിയില്ല. പുള്ളി വൈഫിനോട് പറഞ്ഞു, നമ്മുടെ ഉടമ്പടിയിൽ നിന്ന് വർക്കൗട്ട് ചെയ്യത്തില്ലടി എന്ന് പറഞ്ഞു. ഭർത്താവ് ഭാര്യയോട് പറയണേ, നമ്മുടെ ഉടമ്പടിയിൽ നിന്ന് വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞു, എന്താ കാര്യമെന്ന് ചോദിച്ചു. നീ നിൻ്റെ ആങ്ങളയുമായിട്ട് മിണ്ടിയിട്ട് എത്രയോ വർഷം, 12 വർഷമായില്ലേ. അപ്പം ഞാനീ ജോലി കിട്ടാതെ ഗതി കിട്ടാ പ്രേതം പോലെ നടക്കേ ഉള്ളൂ. എന്താ കാര്യം? നീയാണ് ആദ്യം ഉടമ്പടി എടുത്തത്, നിന്നെ കണ്ടാണ് ഞാൻ ഉടമ്പടി വന്നത്. ഭാര്യ ഉടമ്പടി എടുത്തിട്ടാണ് അത് അവളുടെ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഭർത്താവ് ഇവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അയാൾ ഒന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത്. പക്ഷേ എന്നിട്ടും സംഭവം വിജയിച്ചില്ല. അയാൾ പക്ഷേ ഈ വൈഫിനേക്കാൾ കുറച്ച്, വൈഫിങ്ങനെ ക്യാഷ്വൽ എടുത്തതാണ്. അതെല്ലാവരും കേട്ടിട്ട് ഉടമ്പടി എടുത്ത് കുറേ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ, പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ദൈവത്തിനെ പറ്റിക്കാൻ വന്നതാണ്. കുറേ ആൾക്കാർക്ക് കുറേ സാക്ഷിയൊക്കെ പറയാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എഴുതി കെട്ടിത്താത്താന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് കെട്ടിത്താത്തിയിട്ട് അവർ ഒറ്റക്ക് നടക്കുകയാണ്. പക്ഷേ അവർ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഹസ്ബൻഡിന് തോന്നി, ശരി എന്നാൽ ഞാൻ പോയി തീർത്ഥാടന ഉടമ്പടി എടുത്തേക്കാമെന്ന് വിചാരിച്ചു. തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ സംസാരിക്കാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കണം എന്ന് പറയും. അതുതന്നെയാണ് ഈ വൈഫും വായിച്ചത്. ആ പ്രതിയാണ് സംസാരിക്കാതിരിക്കണത്. ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇയാൾ വീട്ടിൽ വന്നിട്ടും പറഞ്ഞ് 2-3 മാസമായിട്ട് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണില്ല. അപ്പോൾ ഉടനെ ഇയാൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ് ഇവളോട് സംസാരിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ അവൾ പറഞ്ഞ് ഞാൻ സംസാരിക്കത്തില്ലെന്ന്. അപ്പോഴല്ലേ സംഭവം. എല്ലാത്തിൻ്റെയും കയ്യിരിപ്പുണ്ടേ. നിങ്ങളുടെ ഉടമ്പടി ഇങ്ങനെ മുനിഞ്ഞ് കത്തണതിൻ്റെ കാരണം നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. നിങ്ങൾ ഉടമ്പടി പുതുക്കി 11, 12 പുതുക്കും. പക്ഷെ കയ്യിരിപ്പ് മോശമാണെങ്കിൽ എന്തു ചെയ്യും? ഇവളീ ആങ്ങളയോട് സംസാരിച്ചിട്ട് 12 കൊല്ലമായി. 12 കൊല്ലമായിട്ട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. അപ്പം നിങ്ങളിപ്പോൾ കേൾക്കണവർ വിചാരിക്കും, കുഴപ്പമൊന്നുമില്ല, ആങ്ങളേക്കില്ലല്ല.
എനിക്ക് ആങ്ങളയില്ലല്ലോ, പിന്നെ ആ പ്രശ്നം നമ്മുടെ അല്ലെന്ന്. ആങ്ങളെ തന്നെയാണെന്ന് നിർബന്ധമില്ല. ആരോടെങ്കിലും നിങ്ങൾ വെറുപ്പോടുകൂടി മിണ്ടാതെ സ്നേഹമില്ലായിരിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം സ്നേഹരാഹിത്യമുള്ള കാരണം അതിലൂടെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പക്ഷേ വൈഫിനത് മനസ്സിലായില്ല, ഹസ്ബൻഡിന് മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലാകത്തില്ല സഹോദരങ്ങളെ. നിങ്ങൾ ബേസിക്കായിട്ട് ദൈവത്തിനെ അന്വേഷിച്ചാൽ മാത്രമേ, ഉടമ്പടിയിലൂടെ ജോലിയും വീടും വിവാഹം കുഞ്ഞുങ്ങളെയും മാത്രം അന്വേഷിച്ചാൽ മനസ്സിലാകത്തില്ല. ഉടമ്പടിയിലൂടെ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ എല്ലാം മനസ്സിലാകും. ഉടമ്പടിയിലൂടെ അന്വേഷിക്കണം എന്താണ്? ഒരു ഉന്നതമായ ആധ്യാത്മിക ജീവിതം അന്വേഷിക്കണം. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കേട്ടുകേൾവില്ലാത്ത നിങ്ങൾ വെക്കാത്ത ആപ്ലിക്കേഷൻ പോലും നിങ്ങളെ തിരിച്ചു വിളിച്ച് ജോലി തരും. കാര്യം എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം ആദ്യം അന്വേഷിച്ചുകൊണ്ടാണ്. ഇതൊരു 100 പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കണമെന്ന്. കേട്ടത് കൊണ്ട് കാര്യമില്ല, അത് അഭിഷേകമായിട്ട് ആന്തരിക ബോധ്യമാകണം. പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ കേൾക്കുന്ന വചനങ്ങളെ കേൾവിയുടെ സ്വരത്തിനപ്പുറം എൻ്റെ മനസ്സിലെ ആന്തരിക ബോധ്യമാകുവാൻ ആവശ്യമായ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരണത്തിന് സ്നേഹരാഹിത്യമാണ് വൈഫിനോട് അയാളെ വിളിക്കാൻ പറയാൻ പറഞ്ഞു. എന്നാൽ വൈഫിനോട് പറയണ്ടേ? വൈഫിനോട് പറഞ്ഞില്ല. കാര്യം ദൈവം നമ്മോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ പറ്റിയൊരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് വേണം, ഒരു ഓപ്പൺനെസ് വേണം. നമ്മൾ ദൈവം പറഞ്ഞാൽ കേൾക്കുമെന്നുള്ളതാണ് വിഷയം. ദൈവം പറഞ്ഞപ്പോൾ വൈഫ് കേൾക്കത്തില്ല, അതൊക്കെ തോന്നിയാണെന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളിക്കളയും. പക്ഷെ അയാളെ കേട്ടു. പറഞ്ഞു, നീ നമ്മെ രക്ഷപ്പെടണമെന്നാണ്, നീ അയാളെ വിളിക്കണം. അയാളെ വിളിച്ച് അയാൾ ആക്ഷേപിക്കേ ഉള്ളൂ. നിങ്ങൾക്ക് വിളിക്കണേ ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുറച്ച് ബോധമൊക്കെ വെച്ചപ്പോൾ വിളിച്ചു. പക്ഷേ ആങ്ങളെ എടുത്തില്ല, വൈഫാണ് എടുത്തത്. ആങ്ങളുടെ വൈഫ് എടുത്ത് ഫോൺ എടുത്ത് പറഞ്ഞ്, അപ്പോൾ ഇവള് പറഞ്ഞ് ആങ്ങളൊക്കെ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാത്ത കാരണം ആങ്ങളുടെ വൈഫ് പറഞ്ഞു അയാൾ ബിസിയാണെന്ന് പറഞ്ഞു. കൊടുത്തില്ല. പക്ഷെ ഇത് അവർക്ക് അതുടനെ ഈ വൈഫ് ഇയാളോട് പറഞ്ഞു അവർ കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ വൈഫിനോട് പറഞ്ഞു, നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മിറ്റ്മെൻറ്റ് ഓവറായി, ഇനിയിപ്പോൾ അയാൾ എടുത്താലും കൊള്ളാം എടുത്തില്ലെങ്കിലും കൊള്ളാം, ഒരു കുഴപ്പമില്ല. എന്താ കാര്യം? കർത്താവ് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തു. അവർ ഇല്ലാത്ത എടുക്കാത്ത കാര്യം അവരുടെ കാര്യമാണ്. അതാണ് നിലപാട്, അതാണ് ഉപദേശം, അതാണ് കാറ്റക്കിസം എന്ന് പറയണത്. ആ വിഷയത്തിൽ എന്തൊരു പ്രബുദ്ധനായ ഒരു മനുഷ്യനാണെന്നൊക്കെ. അപ്പം അത് സെക്കൻഡ് പറഞ്ഞ് കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾക്ക് ജോലിയായി. 8 മാസം പെൻഡിങ്ങിൽ കിടന്ന സാധനമാണ്. നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കണം എന്തിനാണെന്ന് അറിയാവോ? ഇതുപോലെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾക്ക് പരിഹരിക്കാനാവാവുന്ന പ്രശ്നങ്ങളുടെ എവിടെയാണ് അതിൻ്റെ കുഴപ്പങ്ങളെന്ന് നോക്കിയിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ ഓരോ കേസ് സ്റ്റഡി പറയണത്. അല്ല നിങ്ങളെ ആക്ഷേപിക്കാനോ നിങ്ങളെ പ്രകോപിപ്പിക്കാനോ സങ്കടപ്പെടുത്താനല്ല. ഇതൊന്ന് വെച്ച് നോക്കൂ. ഇപ്പം കന്നഡ മാറ്റി വെക്കത്തില്ലേ ആൾക്കാർ? നമ്മൾ കന്നഡ കടയിൽ ചെല്ലുമ്പോൾ എന്നെ ഈ ജോമോളും മനോജും കൂടി പറ്റിച്ചിരിക്കുകയാണ്. എൻ്റെ കന്നഡ ഒരു സ്വർണ്ണ കന്നഡയായിരുന്നു. സ്വർണ്ണമല്ല മറ്റേ. ഇപ്പം മൂക്ക് കറക്കാൻ തുടങ്ങി. അപ്പം നിങ്ങളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ പറഞ്ഞു മൂക്ക് കറക്കണമല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മനോജ് പോയി കണ്ടുപിടിച്ചതാണ് ഈ കറുത്ത കന്നഡ. ഇപ്പം ഞാൻ മുമ്പത്തേക്കാൾ വയസ്സനായല്ല എന്ന് ഓർത്ത്. ഇവർ പറഞ്ഞു മുമ്പത്തേക്കാൾ ചെറുപ്പമായത്, എന്തും ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ കന്നഡക്കട ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണിന് അവർ ഓരോരോ ലെൻസ് തരും. അപ്പം നമുക്ക് എല്ലാ ലെൻസും നമ്മൾ എടുക്കത്തില്ല, നമുക്ക് പറ്റണ ലെൻസ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഓരോ ലെൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിഷയം ഇതാണെങ്കിൽ മക്കൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറയും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല നിങ്ങളെ ആക്ഷേപിക്കാനോ പറ്റി കളിയാക്കാനൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളുടെ പ്രശ്നം ഇതാണെങ്കിൽ മക്കൾ ഇത് പോയി സെറ്റ് ചെയ്യാൻ പറയും. നമ്മുടെ കേസ് സ്റ്റഡിയാണ്, നമ്മുടെ ഓരോ സാക്ഷ്യവും കേസ് സ്റ്റഡിയാണ്. ഇപ്പം എന്തുകൊണ്ടാണ്? അതായത് വചനമെന്ന് പറയണത് ഒരു വല്ലാത്ത ഒരു സംഭവമല്ലേ.
വചനത്തോട് വലിയ ഒരു പ്രണയബന്ധം ഉണ്ടാകണം വചനത്തോട്. അപ്പം നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ കൂടെയുള്ള പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്തൊക്കെ ഉപദേശിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ചില സമയത്തെങ്കിലും നെടുമ്പാശ്ശേരി നമ്മൾ കാര്യം പറയുമ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത്, ഒത്തിരി പേര് വന്ന് കൊണ്ടുവന്നാക്കാനും വരുമ്പോൾ തിരിച്ച് കൊണ്ടുപോകാനും ഒത്തിരി പേര്. ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾക്ക് ആരും കൊണ്ടുവന്നാക്കാനും ഉണ്ടാകാത്തൊരു സമയമുണ്ട്. ആരും കൊണ്ടുപോകാനും ഒരു സമയമില്ല. നമ്മൾ ഒറ്റക്ക് വരണം, ഒറ്റക്ക് പോകണം. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇന്ന് അത് ആയിക്കൂടാ? എന്നെങ്കിലും നമ്മളിത് ഫേസ് ചെയ്യേണ്ടി വരും. എന്നിട്ട് വീട്ടിൽ പോയി ആൾക്കാർ തല്ലിക്കൊള്ളണമെന്നല്ല ഞാൻ പറയണത്. നിങ്ങൾ ദൈവം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കണം. ഓക്കെ അല്ലേ? അത് കറക്റ്റാണ്. എന്താ ഗുണമെന്നറിയാവോ? അടി കിട്ടിയതിന് ശേഷം അയ്യോ എൻ്റെ കർത്താവേ എനിക്ക് തെറ്റിപ്പോയി, ഞാൻ പഴയ കാലങ്ങളിൽ എനിക്ക് എല്ലാവരും ഉണ്ടെന്ന് വിചാരിച്ച് എന്നിട്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കൂപ്പി കാള കാറിയിട്ട് കാര്യമൊന്നുമില്ല. മറിച്ച് എന്താ, ഇന്ന് തന്നെ മനസ്സിനെ പഠിപ്പിക്കണം. എന്താണ്? മത്തായി 24:25 വായിച്ചോളൂ. ശ്രുതിയുടെ ഹല്ലേലൂയ. ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതാണ് മുൻകൂട്ടി ഓരോ കാര്യം കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ്? ആ സമയമാകുമ്പോൾ നമ്മൾ പിടച്ചിലുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ തന്നെ ആദ്യമേ നമ്മൾ ഈശോ പറഞ്ഞു, ഐ വിൽ ബി വിത്ത് യു അണ്ടർ ദി ലാസ്റ്റ്. കാലത്തിൻ്റെ അവസാനം വരെ 2 സ്ഥലത്തിന് ഗ്യാരണ്ടി ചെയ്തുകൊണ്ടാണ് വചനം പറയുന്നത്. ഇപ്പോൾ വചനത്തിൻ്റെ പ്രശ്നം, വചനം ജീവിതം തന്നെയാണ്. നമ്മുടെ ഇൻസിഡൻ്റ് ആൻഡ് ഈവൻ്റ് സംഭവിക്കുന്നത് എവിടെയാണ്? ഈവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭവം. ഒരു സംഭവം നടക്കുന്നത് എവിടെയാണ്? ടൈം ആൻഡ് സ്പേസിലാണ് നടക്കുന്നത്, അല്ലേ? ഇപ്പം നിങ്ങൾ ധ്യാനം കൂടുന്നു, എവിടെ കൂടുന്നു? എൻ്റെ സ്പേസ് എന്താണ്? കൃപാസനത്തിൽ. ടൈം എന്താണ്? നവംബർ 2-ാം തീയതി പരിതാത്മക്കളുടെ ദിവസം, അതാണ് ടൈം. അപ്പോൾ എല്ലാ സംഭവത്തിനും സ്പേസും ടൈമുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിനും സ്പേസും ടൈമുണ്ട്. ദൈവം എന്ത് ചെയ്യും? ടൈമും ഗ്യാരണ്ടി ചെയ്യും, സ്പേസും ഗ്യാരണ്ടി ചെയ്യും. എന്തുകൊണ്ട്? തൻ്റെ സാന്നിധ്യം കൊണ്ട്. പഴയ നിയമത്തിൽ നമ്മുടെ സ്പേസാണ് ഗ്യാരണ്ടി ചെയ്യണത്. ഐ വിൽ കം വിത്ത് യു വെർ എവർ യു ഗോ. വേർ ടൈം സ്പേസാണത്, അല്ലേ? നീ പോകുന്ന ഇടത്ത് ഇടം സ്ഥലം. ഇപ്പം ഈ ജോഷുവ 1:9 നമ്മുടെ പ്രധാനപ്പെട്ട വചനമാണ്. പുറപ്പാട് 33:14 നമ്മുടെ പ്രധാനപ്പെട്ട വചനമാണ്. എന്താണ് വചനം? നീ പോകുന്നിടത്തെല്ലാം, അപ്പം സ്ഥലമാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. പുതിയ നിയമം, അത് പഴയ നിയമം. പുതിയ നിയമം എന്താ പറയണത്? ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. കാലം അവിടെ കാലമാണ്. ഓരോരുത്തർ സ്ഥലവും ഓരോരുത്തർ കാലവുമാണ്. സമ്പൂർണ്ണ ബൈബിളാണ് നമ്മൾ ജീവിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ അപ്പനുണ്ടാകത്തില്ല, ഒരു കാലത്ത് അമ്മയുണ്ടാകത്തില്ല, ഭർത്താവ് ഉണ്ടാകത്തില്ല, ഭാര്യ ഉണ്ടാകത്തില്ല, പക്ഷേ ദൈവം ഉണ്ടാവും. കൈയടിക്കേണ്ട. ചില സമയത്ത് ജീവിതത്തിൽ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ അവൾ വീട്ടിൽ വരുമ്പോൾ, ഒത്തിരി ആവേശത്തോടെ വീട്ടിൽ വരുമ്പോൾ അപ്പൻ വെള്ളമടിച്ച് വെളിവില്ലാതെ നിൽക്കുകയാണ്, അമ്മ ക്ഷീണമായിട്ട് കിടക്കുകയാണ്. കെയർ ചെയ്യാൻ നോബഡി. അപ്പം അത് ആ പ്രായത്തിൽ ആ അവസ്ഥ കണ്ട നമ്മൾ പൊട്ടിത്തെറിക്കുകയും നിരാശ വരികയും സങ്കടമാകുകയും ചെയ്യും. പക്ഷേ എന്താ വിഷയം? ഇവിടെ ഉടമ്പടിയിലായതുകൊണ്ടും ആന്തരിക അഭിഷേകം പ്രാപിച്ചവരാണ് ഇവർ. കാര്യം ആന്തരിക അഭിഷേകം പ്രാപിക്കാൻ കാരണം, ആന്തരിക അഭിഷേകം പ്രാപിക്കണം. ഇപ്പോൾ ഇവള് തന്നെയാണെങ്കിലും ഈ പ്രായത്തിൽ ആ കൊല്ലത്തുള്ള എല്ലാ വീടുകളിലും കൊണ്ടുപോയി പത്രം കൊടുക്കും. നോൺ ക്രിസ്ത്യൻസിനാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞ കാര്യം എന്താണ്? ക്രിസ്തു എൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് തരണത്. ഇതാണ് സംഭവം. ഇത് കേൾക്കണ ക്രിസ്തുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഓരോരുത്തർക്കും ഈ പത്രം കൊടുത്തിട്ട് ഇവിടെ പറഞ്ഞത് എന്താണ്? ക്രിസ്തുവിൻ്റെ നാമം നിങ്ങൾ വിശ്വസിച്ച് വീണ്ടെടുക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്കിത് തരണത് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആ വീട്ടുകാരുടെ അവസ്ഥയല്ല, അത് കേൾക്കണ ക്രിസ്തുവിൻ്റെ അവസ്ഥ നോക്കണം. അപ്പോൾ ക്രിസ്തു അവരിൽ വിശ്വസിക്കുന്നു. ഒരിക്കൽ ഇവൾ അമ്മയോട് ചോദിക്കുകയെ, അവളുടെ അമ്മയല്ല, എപ്പോഴും അവളുടെ അമ്മ ഈ പരിശുദ്ധ അമ്മയോട് എപ്പോഴും ഗൗകുൽ കൃഷ്ണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതെന്ന് ചോദിക്കും. എങ്ങനെയാണ് അമ്മ? സ്വന്തം മകനല്ലേ, സ്വന്തം മകൻ ഇങ്ങനെ നഗ്നനായി ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടിട്ട് അതിന് ചുവട്ടിൽ അമ്മ എങ്ങനെ നിന്നു
എന്നെപ്പോഴും ഇവിടെ അമ്മയോട് ചോദിക്കും. പിന്നീട് ഒരു ദിവസം ഇവൾക്ക് തന്നെ ചില നമുക്ക് ദൈവം ചെയ്യുന്നറിയാമോ, ദൈവം നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ചില പരീക്ഷയ്ക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് പറയത്തില്ലേ, നമ്മളൊരു ക്വസ്റ്റ്യൻ സാറ് പറയും, അതിൻ്റെ ഉത്തരവും പറയും. അങ്ങനെ ദൈവം ചെയ്യത്തില്ല. ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചാൽ ആ കറസ്പോണ്ടിങ് അനുഭവത്തിലൂടെ ദൈവം നമ്മളോട് കൊണ്ടുപോകും. അപ്പോഴേ ഈ വീട്ടിൽ അമ്മ കിടപ്പാകുകയും അപ്പനിങ്ങനെ ഡ്രങ്കാർഡായിട്ട് നിൽക്കുകയും ഇവൾ ഓഫായി മാറുകയും ഇവൾ 5 ദിവസത്തൊക്കെ 10 ദിവസത്തൊക്കെ വന്നിട്ട് ഇവളുടെ കാര്യം തിരക്കാൻ ആർക്കും പറ്റാതിരിക്കുകയും ഇവളിങ്ങനെ ലെഫ്റ്റ് ആയിപ്പോകണം ചെയ്യുന്ന സമയത്ത് ഇവളെങ്ങനെ നയിക്കപ്പെട്ടു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലാണ് പിടിച്ചു നിൽക്കണത്. അപ്പോഴെനിക്ക് മനസ്സിലായി, ഞാൻ എങ്ങനെ പിടിച്ചു നിന്നത് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെയായിരിക്കും അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ പിടിച്ചു നിന്നത്. കണ്ട, അവർ തന്നെ ചോദ്യം ഉണ്ടാക്കി. ആ ചോദ്യം ഉന്നയിച്ച കർത്താവ് തന്നെ അവരെ ആ സെയിം സിറ്റുവേഷനോട് യോജിക്കുന്ന വിഷയത്തിൽ കൊണ്ടുപോയിക്കൊണ്ട് ദൈവം അവരെല്ലാവരും ദൈവത്തിൻ്റെ മെയിൻ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 6:45 യോഹന്നാൻ്റെ സുവിശേഷം. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. Take the word of God. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 6:45. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു സാധനം വേസ്റ്റായിട്ട് സംഭവിക്കണതല്ല, കാഷ്വലായിട്ട് സംഭവിക്കണതല്ല, ആക്സിഡൻ്റലായിട്ട് സംഭവിക്കണതല്ല. എല്ലാം വളരെ മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങളിലും നീ ക്രിസ്തുവിനെ കക്ഷിയാക്കി കഴിയുമ്പോൾ അതെന്ത് സംഭവിച്ചു, എന്തിനു സംഭവിച്ചു, അതുകൊണ്ട് ദൈവം നിന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകും. ഓരോ പാഠങ്ങൾ പഠിച്ചാണ് നമ്മൾ ക്രിസ്തുവിൽ വളർന്ന് പോണത്. പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് എനിക്ക് നൽകുന്ന അനുഭവ പാഠങ്ങളുടെ അന്തസത്തകള് മനസ്സിലാക്കാൻ ആത്മജ്ഞാനം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളുടെ സങ്കടങ്ങളെ, ഭാരങ്ങളെ, രോഗങ്ങളെ, ജീവിത പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായി അങ്ങ് പറഞ്ഞതുപോലെ ചെയ്ത് ജീവിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ ഉടമ്പടിയുടെ സാക്ഷികളായി മാറുന്നതിനായി പുനഃസമർപ്പണം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഗർഭിണികളെ അനുഗ്രഹിക്കണമേ. പ്രസവത്തിന് പാടുണ്ടാകും, ക്ലേശകരമായിരിക്കും ഡോക്ടർ പറഞ്ഞവരെ, ഗർഭസ്ഥ ശിശുവിന് കേടുള്ളവരെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ. വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, ഭവനരഹിതരെ, ജോലിയും വേലയും കൂലിയുമില്ലാതെ അനുദിന ജീവിതത്തിന് കഷ്ടപ്പെടുന്നവരെ ഏറ്റെടുക്കണമേ. കർത്താവേ, വിസ പ്രോസസ്സിംഗിനായി വിസ പുതുക്കുന്നതിനായി വിഷമിക്കുന്നവർക്ക് അങ്ങ് സഹായം നൽകണമേ. അവരുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപയാൽ അവരുടെ എല്ലാ തടസ്സങ്ങളും അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ഇപ്പോൾ മാറ്റണമേ. കർത്താവേ, പലതരത്തിലുള്ള സാമ്പത്തിക ഭാരങ്ങള്, ജീവിത ഭാരങ്ങള്, ജീവിത തടസ്സങ്ങള്, സമാധാനമില്ലാത്ത അവസ്ഥകള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, രോഗി
രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഉദര രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശ്വാസകോശ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഹൃദയ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന തൊണ്ടേ ക്യാൻസർ ഉള്ളവരെ, തൈറോയ്ഡ് രോഗികളെ, പിൻകഴുത്തിൽ മുഴയുള്ളവരെ, ശിരസിൽ വേദന ഉള്ളവരെ, ശിരസിലെ ഞരമ്പുകള് ബ്ലോക്കായി പോയവരെ, ശരീരത്തിലെ മരവിപ്പുള്ളവരെ, കാഴ്ചക്കുറവുള്ളവരെ, കേൾവിക്കുറവുള്ളവരെ, കൈകാലുകള് തളർന്നു പോയവരെ, ക്യാൻസർ രോഗികളെ, നടുവിന് വേദനയുള്ളവരെ, പൈലക്കോടിന് വേദനയുള്ളവരെ, ഈശോയെ ഈ നിമിഷം അടിപ്പിണർ പോലെ ആഘാതം പോലെ ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ. യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങള്, വേദികളെ യേശുവിന്റെ നാമത്തിലെ മാറിപ്പോട്ടെ. സൗഖ്യം നൽകണമേ, എൻ്റെ മക്കളെ, ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ കൈകൾ അവിടെ വെച്ച് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ ശാസിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കൈകൾ മാറ്റിക്കൊണ്ട് ശരീരത്തിൽ വിവിധ രോഗങ്ങളുള്ള ഇടങ്ങളിലേക്ക് സ്ഥലങ്ങൾ കൈകൾ മാറ്റിക്കൊണ്ട് ഇട്ടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ ദൈവത്തിൻ്റെ ശക്തിയായ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ ലക്ഷക്കണക്കിന് ജപമാലയുടെ ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, നീ ദൈവപൈതരെ ഇന്നനുഭവിക്കുന്ന എല്ലാവിധ ഭൗതികവും ആത്മീയവുമായ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ, രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറ്റനിക്കുക മക്കളെ, എഴുന്നുകൊണ്ട് ഇപ്പോഴും മൗനമായി പ്രാർത്ഥിക്കുക. നമ്മൾ ഇത്രയും നേരം 2 മണിക്കൂറോളം കർത്താവിനെ കേട്ടുകൊണ്ടിരിക്കുകയെന്ന് ഓർക്കണം. ഈ ആത്മീയ ആസ്തിയിലാണ് എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടത്. എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിന് ദൈവം തീരുമാനമെടുക്കുന്ന പരിശുദ്ധമ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കൾ മൗനമായി പ്രാർത്ഥിക്കുകയാണ്. കെട്ട വചനങ്ങളിൽ ജീവിച്ചു കൊള്ളാവുന്ന മനസ്സുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് ഉടമ്പടിയുടെ ജനത, ഉടമ്പടി വഴി അങ്ങയുടെ അവകാശവും ഓഹരിയുമാകുന്ന ജനത, അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് നേരവകാശികളായവർ ഈ നിമിഷം അങ്ങയുടെ തിരുസന്നിധി നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് നിൻ്റെ ആരാധനയുടെ താഴ്വരയിലെ, സിയോൻ മലയിലെ, ഹൊറേബ് മലയിലെ, സിനായി മലകളിലെ എല്ലാ ആവശ്യിച്ചതേ ആരാധ്യമായ നിൻ്റെ ചരിത്ര ചൈതന്യം, വിടുതലിൻ്റെ ചൈതന്യം അങ്ങയുടെ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാറ്റായി, കടലായി അങ്ങയുടെ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിലെ പകൽ മേഘസ്തംഭവും രാത്രി തീത്തൂണുമായി നയിച്ച ദൈവത്തിൻ്റെ ചൈതന്യം ഈ നിമിഷം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. നിങ്ങളുടെ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, രോഗങ്ങൾ ഈ നിമിഷം യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ